സ്വർഗീയപിതാവേ, മഹത്വത്തിന്റെ രാജാവേ, അടിയങ്ങളുടെ പാപങ്ങളുടെ ശിക്ഷ അവിടുത്തെ ഓമനപുത്രന്റെ മേൽ ചുമത്തി ഞങ്ങൾക്ക് രക്ഷയെ ഉറപ്പാക്കിയവനെ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. 2000 വർഷങ്ങൾക്ക് മുന്നെന്ന പോലൊരു ദിവസം അറുക്കപ്പെട്ട കുഞ്ഞാടായി, തകർക്കപ്പെട്ടവനായി, മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും ആരാലും ആദരിക്കാതെ വണ്ണം, കാണുന്നവർ മുഖം മറയിച്ച് കളയത്തക്കവണ്ണം നീതിനായി അവിടുത്തെ പുത്രനെ ഞങ്ങൾക്കായി ഏൽപ്പിച്ചു കൊടുത്തുവല്ലോ. അവിടുത്തെ സ്നേഹത്തിനായി സ്തോത്രം. അവിടുത്തെ പുത്രൻ ക്രൂശിൽ അവസാനമായി പൊഴിഞ്ഞ മൊഴികളെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ആത്മീയ ജീവിതം പരിപോഷിക്കപ്പെടേണ്ടതിന്, ഞങ്ങളുടെ ജീവിതം അർത്ഥപൂർണമായി തീരേണ്ടതിന് അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഒരു മാനസികമായ ഒരു ഫീലിംഗ് അല്ല, ആത്മീകമായി ഉറപ്പും ധൈര്യമുള്ളവരായി ഈ ദുഷ്ടലോകത്തിൽ, ഈ ദുഷ്കാലത്തിൽ ജീവിക്കേണ്ടതിന് അങ്ങ് ഞങ്ങളെ പ്രാപ്തരും ശക്തരും വിശുദ്ധരുമാക്കണമേ എന്ന് താഴ്മയോടെ അപേക്ഷിക്കും. ശുശ്രൂഷ അവിടുന്ന് ഏറ്റെടുക്കും, പുത്രനെ അവിടുന്ന് മഹത്വപ്പെടുത്തും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ 2 ശുശ്രൂഷകളിലും ഈ 7 മൊഴികൾ ഉള്ള ശുശ്രൂഷയിലും നിങ്ങളോടൊപ്പം കൂട്ടായ്മ ആചരിപ്പാൻ, തിരുവചനം പങ്കിടുവാൻ ദൈവം നൽകിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. നാം അറിയുന്നത് പോലെ 5 കോടതികളിൽ 7 പ്രാവശ്യം യേശുവിനെ വിസ്തരിച്ചിട്ടും ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറയത്തക്കവണ്ണമാണ് പീലാത്തോസ് ഒടുവിൽ പറഞ്ഞത്. എന്നാൽ ഏറ്റവും വലിയൊരു കുറ്റക്കാരനെ പോലെയാണ് യേശുവിനെ ക്രൂശിക്കപ്പെട്ടത്. കൂടെ 2 പേര് ക്രൂശിക്കപ്പെട്ടുവെങ്കിലും യേശുവിന് ഉണ്ടായ പീഡാനുഭവങ്ങളൊന്നും അവർക്കുണ്ടായില്ല. യേശുവിനെ ചമ്മട്ടി കൊണ്ടടിച്ചു, വസ്ത്രം ഉരിഞ്ഞു, വേറെ വസ്ത്രം ധരിപ്പിച്ചിട്ട് മുൾക്കിരീടം വെച്ചു, യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്നെല്ലാം പറഞ്ഞ് കളിയാക്കി. പിന്നെ ക്രൂശ് ചുമന്ന് തലയോടിടം വരെ കൊണ്ടുപോയി അവിടെ ജീവനോടെ എത്തണം എന്നുള്ള ചിന്തയോടുകൂടെ തന്നെ ഇടയ്ക്ക് ക്രൂശുമായി വീണ യേശുവിനെ സഹായിക്കാനല്ല, യേശുവിനെ ജീവനോടെ ക്രൂശിക്കണമെന്നുള്ള ചിന്തയോടുകൂടെ അതുവഴി കടന്നു വന്ന കുറേനക്കാരനായ ശിമോനെ ക്രൂശെടുപ്പാൻ പടയാളികൾ നിർബന്ധിച്ചു. അങ്ങനെ നിരന്തരമായ പീഡനങ്ങളുടെ മധ്യേ കഴിഞ്ഞ ദിവസം പെസഹായിൽ കഴിച്ച വീഞ്ഞും അപ്പവും മാത്രം, മറ്റൊന്നും കഴിക്കാൻ തനിക്ക് അവസരമുണ്ടായില്ല. ക്ഷീണിതനായി, വേദന കൊണ്ട് നിറഞ്ഞവനായി യേശു കാൽവരി ക്രൂശിലേക്ക് അടുക്കപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു. ആ ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ 7 മൊഴികളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിൽ നമ്മുടെ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിലവാരത്തിലുള്ള സന്ദേശമാണ് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ന്റെ 34-ാം വാക്യം. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. എന്താണ് വാസ്തവത്തിൽ അവർ ചെയ്തത്? അത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോഴാണ് അതിൻ്റെ സംക്ഷിപ്ത രൂപം കൊടുത്തിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം 14-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 3-ന്റെ 14. പത്രോസ് പ്രസംഗിക്കുമ്പോൾ അതവിടെ പറയുകയാണ്. വായിക്കാം. പരിശുദ്ധനും നീതിമാനുമായവനെ തള്ളിപ്പറഞ്ഞു, കുലപാതകനായവനെ വിട്ടുതരണമെന്ന് നിങ്ങൾ ചോദിച്ചു. ജീവനായകനെ കൊന്നുകളഞ്ഞു.
ഈ കാര്യമാണ് അവർ ചെയ്തത്. അവർ വിചാരിച്ചത് യേശുവിനെ ക്രൂശിച്ചു എന്നാണ്. പക്ഷെ ക്രൂശിച്ചത് യേശുവിനെ അല്ല, ക്രൂശിച്ചത് ക്രിസ്തുവിനെയാണ്. ഈ വലിയൊരു വെളിപ്പാടാണ് പൗലോസിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയത്. 1 കൊരിന്ത്യർ 1-ാം 23-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, 1 കൊരിന്ത്യർ 1:23, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ആ ക്രിസ്തു യഹൂദന്മാർക്ക് ഇടർച്ച, ജാതികൾക്ക് ഭോഷത്വം. എന്നാൽ യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ സുവിശേഷത്താൽ വിളിക്കപ്പെടുന്ന ഏവർക്കും ദൈവ ശക്തിയും ദൈവ ജ്ഞാനവുമായ ക്രിസ്തുവിനെ അത്രേ ഞങ്ങൾ പ്രസംഗിക്കും. ക്രിസ്തു, നമുക്കറിയാം, യേശു ക്രിസ്തു ആണെന്ന് ആദ്യം പറഞ്ഞത് മനുഷ്യരാരുമല്ല. കാലിത്തൊഴുത്തിൽ യേശു ജനിച്ചു. പക്ഷേ സ്വർഗത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്, ആട്ടിടയന്മാരോട് പറഞ്ഞത്, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുമുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ക്രിസ്തുവാണ് ജനിച്ചത്. ജനിക്കുമ്പോൾ അപ്പനടുത്തും അമ്മയടുത്തും പറഞ്ഞിരുന്നു, അവന് യേശു എന്ന് പേർ വിളിക്കണം. നക്ഷത്രം കണ്ട വിദ്വാൻമാർ യാത്ര പുറപ്പെട്ടു. കൊട്ടാരം കണ്ടപ്പോൾ അവർക്കൊരു സംശയം തോന്നിയില്ല. കാരണം അവർ മനസ്സിലാക്കിയത് യഹൂദന്മാരുടെ രാജാവ് പിറന്നിരിക്കുന്നു എന്നാണ്. ഒരിക്കലും ഒരു രാജാവ് പിറക്കാറില്ല എന്നുള്ളതാണ് സത്യം. രാജകുമാരനെ പിറക്കത്തുള്ളൂ. പക്ഷെ അവർക്ക് മനസ്സിലായത് രാജാവ് പിറന്നിരിക്കുന്നു, യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും. പ്രവചനങ്ങളുടെ നിവർത്തീകരണമാണ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ഹേരോദാവിനോട് ചോദിക്കുമ്പോൾ ഹേരോദാവ് ഞെട്ടിപ്പോയി. യെരൂശലേം മുഴുവനും ആകെ ആ വർത്തമാനം പെട്ടെന്ന് പരന്നു. ഹേരോദാവ് മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത്? പെട്ടെന്ന് അവർ തിരുവെഴുത്തുകളെ മറിച്ചു നോക്കി. കാരണം ഉൽപ്പത്തി മുതൽ മലാഖി വരെ ഈ മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും ശാസ്ത്രിമാർക്കും നല്ല പരിചയമാണ്. അവർ നോക്കി കണ്ടുപിടിച്ചു, മീഖ 5:2 ക്രിസ്തു ജനിക്കുന്നത് കൊട്ടാരത്തിലല്ല, ബെത്ലഹേമിലാണ്, ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലാണ്. അവർ വന്ന് രാജാവിനോട് പറഞ്ഞു, തിരുമേനി, കൊട്ടാരത്തിലല്ല ക്രിസ്തു ജനിക്കുന്നത്, ബെത്ലഹേമിലാണ്. രാജാവ് വിദ്വാൻമാരെ വിളിച്ചിട്ട് പറഞ്ഞു, സോറി, കൊട്ടാരത്തിൽ അങ്ങനെ ഒരു ജനനം നടന്നിട്ടില്ല. പക്ഷേ പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നത് ക്രിസ്തു ജനിക്കുന്നത് ബെത്ലഹേമിൽ നിന്നാണ്. നിങ്ങൾ പോയി കുഞ്ഞിനെ നമസ്കരിച്ച ശേഷം, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ലൊക്കേഷൻ ഒന്ന് അയച്ചു തരണം. എനിക്കും പോയി കുഞ്ഞിനെ ഒന്ന് നമസ്കരിക്കണം. വിദ്വാൻമാർ ബെത്ലഹേമിൽ പോയി ശിശുവിനെ കണ്ടു, ശിശുവിനെ നമസ്കരിച്ചു. ദൂതൻ പറഞ്ഞു, തിരിച്ച് വന്ന വഴിയെ പോകരുത്. ഹേരോദാവ് കുഞ്ഞിനെ കണ്ട് നമസ്കരിക്കാനല്ല വരുന്നത്, കൊല്ലുവാനാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ലൊക്കേഷൻ ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. വിദ്വാൻമാർ മടങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് കണ്ടിട്ട് 2.5 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കശാപ്പിയും. പക്ഷേ ദൂതൻ മുഖാന്തരം ചെയ്ത അരുളപ്പാടും പ്രവചനങ്ങളുടെ നിവർത്തീകരണവുമായി യേശുവിനെ ആ സമയത്ത് മിസ്രൈമിലേക്ക് കൊണ്ടുപോയിരുന്നു. ക്രിസ്തുവിനെയാണ് അവർ ക്രൂശിച്ചത്. അവർക്കറിഞ്ഞുകൂടായിരുന്നു. പെന്തക്കോസ്ത് നാളിൽ 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ്, നമുക്കറിയാം യേശു ക്രിസ്തുവാണെന്ന് മാനുഷിക തലത്തിൽ ആദ്യം പറഞ്ഞത് പത്രോസാണ്. കാരണം യേശു ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് എന്താണെന്ന്
എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്? ജനങ്ങൾ ഇരമ്യാവ്, ഏലിയാവ്, സ്നാപക യോഹന്നാൻ അതിൻ്റെയൊക്കെ ഒരു പുനർജന്മമാണെന്ന് ആളുകൾ പറയുന്നു. നിങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു? ചാടിക്കൽ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. പക്ഷെ ആ പത്രോസ് തന്നെ യേശുവിനെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് ആള് മാറിപ്പോയതാ. പക്ഷെ പെന്തക്കോസ്ത് പെരുന്നാൾ ദിവസം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പത്രോസ് 3000-ഓളം ജനം പെന്തക്കോസ്ത് പെരുന്നാൾ ആഘോഷിക്കാൻ വന്ന ജനത്തിന്റെ മുമ്പാകെ നിന്നുകൊണ്ട് പറയുകയാണ്. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം 36-ാം വാക്യം. അപ്പോസ്തല പ്രവർത്തി 2:36, നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നു എന്ന് ഇസ്രായേൽ ഗ്രഹം നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഇത് കേട്ടപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പേ അവനെ ക്രൂശിക്കുക, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് നിലവിളിച്ചവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം 37-38. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? അയ്യോ, ഞങ്ങൾ കാത്തിരുന്ന മശിഹയായിരുന്നുവോ യേശു? ഞങ്ങൾ കാത്തിരുന്ന ക്രിസ്തു ആയിരുന്നുവോ യേശു? അയ്യോ, ഞങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത്. ഞാൻ മശിഹ എന്ന വാക്ക് ഉപയോഗിച്ചു. അതെവിടെ നിന്നാണ് എടുത്തതെന്നറിയാം? മശിഹ എബ്രായ വാക്കാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 25. പിതാവിനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണമെന്ന് സമരിയക്കാരത്തെ സ്ത്രീയോട് യേശു പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, മശിഹ വരുമ്പോൾ ഇങ്ങനെയുള്ള ആത്മീയ സത്യങ്ങൾ പഠിപ്പിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സമരിയക്കാരത്തെ സ്ത്രീ 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോഴുള്ളവനും ഭർത്താവല്ല. അവളോടാണ് യേശു ആ വലിയ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. തുടർന്ന് യേശു പറയാണ്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് മശിഹ. അപ്പോൾ ഇവർ ചെയ്ത ഏറ്റവും വലിയ കുറ്റം എന്താണ്? പരിശുദ്ധനും നീതിമാനുമായവനെ തള്ളിപ്പറഞ്ഞു. കൊലപാതകനും ദുഷ്പ്രവൃത്തിക്കാരനുമായ ബറബാസിനെ വിട്ടുതരിക എന്ന് പറഞ്ഞു. ജീവന്റെ നായകനെ കൊന്നുകളഞ്ഞു. രാവിലെ ഉച്ചയ്ക്കുള്ള 2 സന്ദേശങ്ങളിലും ഈ ജീവനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇത് ശരീരത്തിന്റെ ജീവനല്ല, പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് വിടിവിക്കുന്ന ജീവൻ. യേശു ജീവനാണ്. ഞാനാണ് ജീവൻ, ഞാനാണ് സത്യം, ഞാനാണ് വഴി. യോഹന്നാൻ തന്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 4, 5, 9 വാക്യങ്ങൾ. അവനിൽ വചനം ജഡമായി, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടെ ആയിരുന്നു, വചനം മാംസം ധരിച്ചു വന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. 9-ാം വാക്യം. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. യേശു ക്രിസ്തുവിൽ ജീവനുണ്ട്. ആ ജീവൻ മനുഷ്യനിലേക്ക് വരുമ്പോൾ അത് വെളിച്ചമായി മാറുന്നു. എന്താണ് വെളിച്ചം എന്ന് പറഞ്ഞാൽ? എഫേസ്യർക്ക് ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം. എഫേസ്യർക്ക് ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇന്ന് മനുഷ്യന് ഇത് തന്നെയല്ല ആവശ്യം. സൽഗുണങ്ങൾ, നീതി, സത്യം. ഇതാണ് ഇന്നില്ലാത്തത്. വിദ്യാഭ്യാസമുണ്ട്, ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്, സ്വഭാവം മാത്രമാണ് മോശം. ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിൽ നിന്ന് ചാക്ക് കണക്കിന് പൈസ നോട്ട് പിടിക്കും. എവിടെ നീതി? എവിടെ സത്യം? ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് യേശു. ആ ജീവന്റെ നായകനെ ഇവർ കൊന്നു. പക്ഷെ കൊന്നതുകൊണ്ട് കാര്യം തീർന്നില്ല. ജീവന്റെ നായകൻ വീണ്ടും എഴുന്നേറ്റു എന്നുള്ളതാണ് വാസ്തവം.
അപ്പോൾ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിഞ്ഞുകൂടാ. ക്ഷമ ചോദിക്കുന്നില്ല ഇവർ. ഞങ്ങളോട് ക്ഷമിക്കണമെന്നൊന്നും ഇവർ പറയുന്നില്ല. പക്ഷെ ക്ഷമ ചോദിക്കാത്തവർക്ക് വേണ്ടി ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കാരണം ഇവർക്ക് അറിയത്തില്ല, ഇവരൊരു മനുഷ്യനെ കൊന്നു എന്ന് മാത്രമാണ് വിചാരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ മത തീവ്രവാദങ്ങൾ ഉണ്ടായിരുന്നു. മഹാപുരോഹിതന്മാരും പരീശന്മാരും കൂടെ ചേർത്താണ് ഈ യേശുവിനെ കൊന്നത്. അല്ലാതെ ഇന്നത്തെ പോലെ പറയുന്ന പോലെ ബജറംഗങ്ങളും RSSും മറ്റുമൊന്നുമല്ല. അബ്രഹാമിന്റെ മക്കളാണ് യേശുവിനെ കൊന്നത്. അത് നേരത്തെ യേശു പറഞ്ഞിരുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 22-ാം വാക്യം. ലൂക്കോസ് 9:22. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണം. അതുകൊണ്ട് യേശു എല്ലാം മുന്നമേ കണ്ടിട്ടാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ഇവർ ചെയ്യാൻ പാടില്ലാത്ത വലിയൊരപരാധം ചെയ്തു. അത് ക്ഷമിക്കണമേ എന്ന് പിതാവിനോട് പറയുകയാണ്. പക്ഷെ വാസ്തവത്തിൽ ആ ക്ഷമ എത്ര പേര് സ്വീകരിച്ചു എന്നുള്ളതാണ് ഗൗരവമായി കാണേണ്ടത്. ഏകദേശം 3000-ഓളം പേർ മാത്രമേ ആ ക്ഷമയുടെ പ്രാർത്ഥന കൊണ്ട് ക്ഷമിക്കപ്പെട്ടുള്ളൂ. ബാക്കി ഇസ്രായേൽ ജനം തലമുറ ഇന്ന് വരെ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്നാണ് അവർ നിലവിളിച്ച് പറയുന്നത്. ഇവിടെ വേറൊരു ആത്മീയ രഹസ്യം കൂടെ ഉണ്ട്. മോശ ന്യായപ്രമാണവുമായി ഇറങ്ങി വരുമ്പോൾ താഴെ ഡാൻസും തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്യുക. ഈ ശബ്ദം ദൈവമാണ് മോശയോട് പറഞ്ഞത്. താഴെ വലിയൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. എന്താ? മോശയെ കാണാത്തത് കൊണ്ട് അഹരോൻ ഒരു വിഗ്രഹമുണ്ടാക്കി, കാളക്കുട്ടി. അതിൻ്റെ മുമ്പിലാണ് ഡാൻസ്, അതിൻ്റെ മുമ്പിലാണ് തിന്ന് കുടിച്ച് കളിക്കുന്നത്. അന്ന് മോശയുടെ ന്യായപ്രമാണം കൊണ്ടുവന്നപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന 3000 പേർ മരിച്ചു വീണു. യഹോവയുടെ പക്ഷത്തുള്ളവരാ എന്ന് വിളിച്ചു പറയുമ്പോൾ കുറച്ചുപേരെ വന്നുള്ളൂ, ബാക്കി എല്ലാത്തിനും വെട്ടി. പക്ഷേ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ 3000 പേർ അന്ന് ജീവൻ പ്രാപിച്ചു. ദൈവത്തിൻ്റെ ക്ഷമ അവരുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി മാറി. ക്ഷമയെന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ദൈവത്തിൻ്റെ ക്ഷമ ലഭിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കണമെങ്കിൽ ദൈവം പാപത്തെ ശിക്ഷിക്കുന്നവനാണെന്ന് ഞാൻ രാവിലെ 2 പ്രാവശ്യവും പറഞ്ഞു. ദൈവം പാപത്തെ ശിക്ഷിക്കുന്നവനാണ്. ആ ശിക്ഷയാണ് ആദാമിനും ഹവ്വയ്ക്ക് സംഭവിച്ചത്, തുടർന്ന് നോഹയുടെ തലമുറയ്ക്ക് സംഭവിച്ചത്, തുടർന്ന് ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചു, ലോത്തിന്റെ താമസിച്ചിരുന്ന സോദോം ഗോമോറയ്ക്ക് സംഭവിച്ചു. ദൈവം പിന്നെ യാഗങ്ങളൊക്കെ കൊടുത്തു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടാനുള്ള യാഗങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. ആ യാഗങ്ങളും ഹൃദയംഗമായി ചെയ്യാതെ വെറും ആചാരങ്ങളായി മാറിയപ്പോൾ ദൈവം പറഞ്ഞു, ഈ യാഗങ്ങളിലൊന്നും ഞാൻ പ്രസാദിക്കത്തില്ല. നിങ്ങളെ തടിപ്പിച്ച മൃഗം കൊണ്ടുള്ള യാഗം കഴിച്ചാലും ഞാൻ അതിൽ പ്രസാദിക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നീടാണ് യേശു കർത്താവ് നിർദോഷവും നിഷ്കളങ്കവുമായ ദൈവത്തിൻ്റെ കുഞ്ഞാടായി ഏക യാഗത്താൽ മാനവരാശിയുടെ പാപത്തിന് ക്ഷമ കിട്ടേണ്ടതിന് ശിക്ഷ ഏറ്റെടുത്തു. ആ ക്ഷമ പ്രാപിക്കാതെ പോയാൽ പ്രാപിക്കാത്ത ഒരു വ്യക്തിയും നിത്യതയിൽ കാണത്തില്ല. യേശുക്രിസ്തുവിന്റെ ശരീരയാഗം ഹൃദയംഗമായി വിശ്വസിച്ച് പാപമേറ്റു പറഞ്ഞ് ദൈവത്തിൽ നിന്ന് ക്ഷമ പ്രാപിക്കാത്ത ഒരു വ്യക്തിയും നിത്യതയിൽ കാണില്ല. അതാണ് ദൈവത്തിന്റെ ക്ഷമയുടെ ആഴം. കർത്താവ് എനിക്ക് ക്ഷമ തന്നു, ശിക്ഷയിൽ നിന്നെ രക്ഷിച്ചു, അവൻ എനിക്ക് ജീവൻ നൽകി.
എങ്കിൽ സന്തോഷമുണ്ട്. ആ ക്ഷമ പ്രാപിച്ചിട്ടുണ്ടോ? കർത്താവ് എൻ്റെ പാപത്തിൻ്റെ കുറ്റം എനിക്ക് ക്ഷമിച്ചു തന്നു, ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിച്ചു, ജീവന്റെ സന്തോഷം എനിക്ക് നൽകി, രക്ഷയുടെ സന്തോഷം എനിക്ക് നൽകി. ആ സന്തോഷം ഉണ്ടോ? അത് വെറുതെ പാടുന്നതല്ല. ആത്മസന്തോഷം, അറിയാമോ പാട്ട്? അത് പഴയ പാട്ടാണല്ലേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മായി കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം, ആത്മാവിന്റെ സന്തോഷമാണ്. ആളുകൾ പലതും സന്തോഷിക്കുന്നു, തിന്നും കുടിച്ച് അതിന് സന്തോഷിക്കുന്നു, മറ്റു പല കാര്യങ്ങളും സന്തോഷിക്കുന്നു. ഇത് ആത്മാവിന്റെ സന്തോഷം, ക്ഷമ കിട്ടിയതിനുള്ള സന്തോഷം. ദൈവം എന്നെ ക്ഷമിച്ചു, എന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിച്ചു. ക്ഷമ മാത്രമല്ല, ക്ഷമയോടുകൂടെ മോചനവും സ്വാതന്ത്ര്യവും കർത്താവ് തരും. വലിയൊരു സന്ദേശമാണ് യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിലൂടെ നമ്മൾ, ഈ പ്രാർത്ഥനയിലൂടെ നമ്മൾ മനസ്സിലാക്കി. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അവർക്കറിഞ്ഞൂടായിരുന്നു. പത്രോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ അത് അവർ സ്വീകരിച്ചു, ക്ഷമ അവർക്ക് ലഭിച്ചു. ഇത് അംഗീകരിക്കാതെ മറുത്തു നിൽക്കുന്നവരുടെ തലമുറ ഇന്നയോളം ലോകത്തിന്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ടിരിക്കുകയാണ്. ദൈവജനമെന്ന് പറഞ്ഞാലും സമാധാനമില്ലാത്ത ജനം, സന്തോഷമില്ലാത്ത ജനം, നിലവിളികളും മുറവിളികളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നൊരു ജനം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ അർത്ഥവത്തായി തീരണമേ. ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴമറിയാതെ ഞാൻ ജീവിച്ചു പോയി. അങ്ങയുടെ സ്നേഹത്തിൽ ജീവിപ്പാൻ കർത്താവെ വാസ്തവമായി എന്നോട് ക്ഷമിച്ച് ആ ക്ഷമയുടെ അനുഭവം എൻ്റെ ജീവിതത്തിൽ തരണമേ എന്ന് പ്രാർത്ഥിക്കാമോ? പാപികളുടെ വിപരീതത്തെ എല്ലാം സഹിച്ച കുഞ്ഞാടേ, പാപികളുടെ വിപരീതത്തെ എല്ലാം സഹിച്ച കുഞ്ഞാടേ, കോപിപ്പാനല്ല ക്ഷമിപ്പാനുള്ള ശക്തി എനിക്കു നൽകുകേ, കോപിപ്പാനല്ല ക്ഷമിപ്പാനുള്ള ശക്തി എനിക്കു നൽകുകേ. യേശുവേ, നിന്റെ രൂപമേ എൻ്റെ കണ്ണുകൾക്കത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെ ആക്കണം മുഴുവൻ, ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെ ആക്കണം മുഴുവൻ. രണ്ടാമതായി യേശു കർത്താവ് പറഞ്ഞ മൊഴി, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് പറയുന്നു എന്ന് പറഞ്ഞു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 43-ാമത്തെ വാക്യമാണ്. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. അവനോ മറ്റവനോ അവനെ ശാസിച്ചു. സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. യേശുവിനെ കുറിച്ച്
യേശുവിനെ കൊണ്ട് പറയിപ്പിച്ച ഒരു മൊഴിയാണ്. 2 ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ അവന് അല്പം ദൈവഭയമുള്ളവനായിരുന്നു എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഒരുവൻ യേശുവിനെ ദുഷിക്കുകയാണ്. നീ ക്രിസ്തു എന്നൊക്കെ കേൾക്കുന്നല്ലോ, നീ നിന്നെയും രക്ഷിച്ച് ഞങ്ങളെയും രക്ഷിക്ക എന്നെല്ലാം കളിയാക്കുകയാണ്. എന്നാൽ യേശുവിൻ്റെ ആദ്യ മൊഴി കേട്ട ഒരു വശത്തുണ്ടായിരുന്ന കള്ളൻ അവൻ പറയുകയാണ്, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. ഇതെവിടെ നിന്നാണ് തനിക്ക് ഈ ഒരു വെളിപ്പാട് കിട്ടിയത്? യേശുവിൻ്റെ ക്രൂശിന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, കളിയാക്കി. യേശു, നാസറാനായ യേശു, യഹൂദന്മാരുടെ രാജാവ്. യേശുവിനെ വിസ്തരിക്കുമ്പോൾ പീലാത്തോസ് ചോദിച്ച കാര്യമാണ്, നീ യഹൂദന്മാരുടെ രാജാവാണോ? യേശു തിരിച്ച് ചില കാര്യങ്ങൾ ചോദിച്ചു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 33 മുതലുള്ള വാക്യങ്ങൾ. പീലാത്തോസ് പിന്നെയും ആസ്ഥാനത്തിൽ ചെന്ന് യേശുവിനെ വിളിച്ചു, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചു. അതിനുത്തരമായി യേശു, നീ സ്വയമായി പറയുന്നതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടോ എന്ന് ചോദിച്ചു. പീലാത്തോസ് അവന് ഉത്തരമായി, ഞാൻ യഹൂദനോ? നിന്റെ ജനവും മഹാപുരോഹിതന്മാരും നിന്നെ എൻ്റെ അടുക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. യേശു, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു. പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിനായി ഞാൻ ജനിച്ചിരിക്കുന്നു, അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യ തൽപരരായവർ എല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു. അപ്പോൾ യേശു ഏതിൻ്റെ രാജാവാണ്? സത്യത്തിൻ്റെ രാജാവാണ്. യേശു പറഞ്ഞതെല്ലാം സത്യമാണ്. യേശുവിൻ്റെ രാജ്യം യഹൂദന്മാർ വിചാരിച്ചത് റോമാത്തിന്റെ അധീനതയിൽ ഞങ്ങളെ വിടുവിച്ച് ഒരു രാജ്യം സ്ഥാപിച്ച് യേശു രാജാവായിരിക്കുമെന്നാണ്. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ അവർ യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ ശ്രമിച്ചു. പക്ഷെ യേശു അവിടെ വിട്ട് പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. വായിച്ചിട്ടുണ്ടോ അങ്ങനെ? യോഹന്നാൻ എഴുതിയ സുവിശേഷം. ഇവിടെ ഓരോരുത്തർ രാജാക്കന്മാരാകാൻ എത്ര ബദ്ധപ്പാടുന്നല്ലേ. യേശു ആ രാജാവാകാനുള്ള അവരുടെ ആഗ്രഹത്തിൽ നിന്ന് യേശു ഒളിച്ചോടിപ്പോവുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം മുതൽ, അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞ് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. താനൊരു പൊളിറ്റിക്കൽ ലീഡറാകാൻ ശ്രമിച്ച ആളല്ല. തൻ്റെ രാജ്യം ഐഹികവുമല്ല. യേശു സ്വർഗാരോഹണം ചെയ്യാനുള്ള സമയത്ത് ശിഷ്യന്മാർ ചോദിച്ചു, ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത് എപ്പോൾ? കാരണം യേശു നടത്തിയ തിരുവത്താഴ ശുശ്രൂഷ കഴിഞ്ഞ ഉടനെ വലിയൊരു തർക്കം ഉണ്ടായി. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22 അത് പറഞ്ഞിട്ടുണ്ട്. ഇനി ആരാണ് പ്രസിഡന്റ്? ഇനി ആരാണ് സെക്രട്ടറി? ഇനി ആരാണ് ഖജാൻജി? കുറെ കാലം കൊണ്ട് യേശു പറയുകയാണ്, ഞാൻ മരിക്കും, ഞാൻ പോകുന്നൊക്കെ. പക്ഷെ ഇപ്പൊ ഇതാ അപ്പവും വീഞ്ഞുമെല്ലാം എടുത്തിട്ട് ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം, മാംസം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി എന്തായാലും യേശു പോവും. പക്ഷേ ഇനി ആരാണ് നമ്മുടെ സംഘടനയുടെ നേതാവ്? പ്രസിഡന്റ് ആരാണ്? സെക്രട്ടറി ആരാണ്? അപ്പോൾ യേശു അവർക്കൊരു പ്രോമിസ് കൊടുത്തു.
നിങ്ങളിങ്ങനെ വെറുതെ വഴക്കുണ്ടാക്കണ്ട. ഇസ്രായേൽ ഗോത്രം 12 നിങ്ങൾ ന്യായം വിധിക്കും, നിങ്ങൾക്ക് ഞാൻ സിംഹാസനം തരും. അവർക്ക് വലിയ സന്തോഷമായി. ആ സമൂഹത്തിൽ ഏറ്റവും തള്ളപ്പെട്ട ഞങ്ങൾ ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും, ജഡ്ജിമാരാകും. പിരിഞ്ഞുപോയി. യേശു ഉയർത്തെഴുന്നേറ്റു. യേശു സ്വർഗ്ഗാരോഹണം ചെയ്യാൻ സമയം വന്നപ്പോൾ ഉടനെ ചോദിക്കുക, എപ്പോഴാണ് ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത്? എപ്പോഴാണ് ഞങ്ങൾക്ക് സിംഹാസനം കിട്ടുന്നത്? യേശു പറഞ്ഞ ഉത്തരം നമുക്കറിയാം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എൻ്റെ സാക്ഷികളാകും. സിംഹാസനവും പോയി, യേശുവും പോയി. അപ്പൊ അവരുടെ ചിന്ത ഇരുന്നത് ഭൗമികമായതാണ്. പക്ഷെ യേശു ആത്മീകമായത് സംസാരിക്കാനാണ് വന്നത്. അപ്പോൾ ഈ കള്ളന് എങ്ങനെയോ വാസ്തവമായി യേശു രാജാവായി മടങ്ങി വരുമെന്നുള്ള ഒരു വെളിപ്പാട് കിട്ടി. അതിന് കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അവനിലുണ്ടായിരുന്ന ഒരു ദൈവ ഭയമാണ്. മറ്റേ കള്ളനോട് ചോദിക്കുകയാണ്, നമ്മൾ ശിക്ഷാവിധിയിലായിട്ടും ഇപ്പോഴും നിനക്ക് ദൈവത്തെ പേടിയില്ലേ? ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ദൈവം ചില വെളിപ്പാട് കൊടുക്കും. നമുക്കറിയാം, കൊർന്നേലിയോസ് സിസ്റ്റമാറ്റിക് റിലീജിയസ് ലൈഫാണ്. കുടുംബത്തോടുകൂടെ ദൈവത്തെ ഭയപ്പെടുന്നു, വളരെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, എപ്പോഴും പ്രാർത്ഥിക്കുന്നു, ദൈവഭയമുള്ള മനുഷ്യൻ. പക്ഷെ ഇത്രയും ഉള്ളതുകൊണ്ട് അവൻ സ്വർഗത്തിൽ പോകില്ല. എപ്പോഴും പ്രാർത്ഥിക്കുന്നു, വളരെ ദാനധർമ്മം ചെയ്യുന്നു, കുടുംബത്തോടുകൂടെ ദൈവത്തെ ഭയപ്പെടുന്നു, പക്ഷെ സ്വർഗത്തിൽ പോകാൻ ഇത് പോരാ. പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിലെത്തും, പക്ഷെ താനെത്തത്തില്ല. നമുക്ക് രാജ്യങ്ങളിൽ, വിദേശങ്ങളിലൊക്കെ എത്ര സാധനങ്ങൾ വേണമെങ്കിലും അയക്കാം. അതുപോലെ പാഴ്സൽ ചെയ്ത് അയക്കാൻ പറ്റുമോ? ഭർത്താവ് ഗൾഫിലാണ്, ഭാര്യ ഇവിടെയാണ്, ഒരുപാട് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അയക്കുന്നുണ്ട്. ഇതുപോലെ ഭാര്യയും കൂടെ പാഴ്സൽ ചെയ്ത് അയക്കാൻ പറ്റും? അതിന് വേറെ പ്രൊസീഡിങ്സ് ആണ്. അപ്പൊ ഈ കൊർന്നേലിയോസിന്റെ ദൈവഭയം ദൈവം തിരിച്ചറിഞ്ഞ് ദൂതനെ അയക്കുക. പത്രോസിനെ വിളിച്ച് സുവിശേഷം കേൾക്കാനായിട്ട് കൊർന്നേലിയോസിനോട് ചെന്ന് പറയണം. കൊർന്നേലിയോസ് പത്രോസിനെ വിളിക്കുന്നു. കൊർന്നേലിയോസിന്റെ വീട്ടിൽ പത്രോസ് ചെന്ന് പ്രസംഗിക്കുന്നു. അവിടെ ആ കൊർന്നേലിയോസും കുടുംബവും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നു. അപ്പൊ ദൈവഭയം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ അടുത്ത് ഇവന്റെ അപേക്ഷ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. കർത്താവ് പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് സത്യമായിട്ട് പറയുകയാണ്. ചിലർ വിചാരിക്കുന്നത് മരിച്ചു കഴിഞ്ഞ് 40ാമത്തെ ദിവസമാണ് ഇവിടെ നിന്ന് പോകുന്നത്. അന്ന് പത്രത്തിൽ ഒരു ഫോട്ടോയും കൂടെ കൊടുക്കും, 40ാം ചരമദിനം. അതുവരെ പാർട്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് പോയത്. ഇതിന്റെ ഒരു കോപ്പി അങ്ങ് സ്വർഗത്തിൽ കൂടെ മെയിൽ ചെയ്യാൻ. ഇതൊക്കെ ആളുകളെ പറ്റിക്കുന്നതാണ്. മരിച്ച് 40 ദിവസമൊന്നും ഇവിടെ കിടക്കില്ല. പലരും വിചാരിക്കും യേശു മരിച്ച് 40 ദിവസം കഴിഞ്ഞല്ലേ സ്വർഗത്തിൽ പോയത്. യേശു മരിച്ച് 40 ദിവസം കഴിഞ്ഞല്ലേ പോയത്. മരിച്ചു ഉയർത്തെഴുന്നേറ്റ് അന്ന് പിതാവിന്റെ അടുക്കൽ പോയി. മറിയോട് പറഞ്ഞു, എന്നെ തുടരരുത്, നിങ്ങളുടെ പിതാവ് എന്റെ പിതാവ്, നിങ്ങളുടെ ദൈവവും എന്റെ പിതാവുമായവരുടെ അടുക്കിലേക്ക് ഞാൻ പോവുകയാണ്. വൈകുന്നേരം ഗലീലയിൽ വെച്ച് കാണാമെന്ന് സഹോദരന്മാരോട് പറയണം. ആരാണ് ഈ സഹോദരന്മാർ? ശിഷ്യന്മാർ. യേശു ഇടയ്ക്ക് പോയിട്ടാണ് വന്നത്, 40 ദിവസം കഴിഞ്ഞല്ല പോയത്. ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും. ചിലർ പറയാറുണ്ട്, യേശുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ യേശു ഇന്ന് നീ എന്നോട് പറുദീസയിലിരിക്കുമെന്ന് പറയാതെ താഴെ എൻ്റെ അമ്മ നിൽപ്പുണ്ട്, അമ്മ പറഞ്ഞാൽ ഞാൻ പരിഗണിക്കാം എന്ന് യേശു പറയുന്നുണ്ട്. ചിലർക്ക് അമ്മയാണ് ഏറ്റവും വലുത്. അമ്മയടുത്ത് പറഞ്ഞാൽ എല്ലാം ഒപ്പിക്കാമെന്നാണ് ചില വിശ്വാസികൾ വിചാരിക്കുന്നത്. യേശു പറഞ്ഞില്ല, താഴെ അമ്മ നിൽപ്പുണ്ട്, അമ്മ പറഞ്ഞാൽ നിന്റെ കാര്യം പരിഗണിക്കാം. അമ്മ വേറെ, ക്രിസ്തു വേറെ. ഇനി ഒരു തെറ്റായ ധാരണ ചിലർക്കുണ്ട്, ദൈവം ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര കരുണയുള്ളവനാണ്, ഭയങ്കര ക്ഷമയുള്ളവനാണ്. നോക്കണേ,
ക്രൂശിൽ കിടന്ന കള്ളനെ പോലും കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുപോയി. നമ്മളൊരു പാട്ട് പാടാറുണ്ട് അല്ലേ? കള്ളന്റെ യാചന തുല്യമില്ലാതെയോർത്തിതാ വന്നേ. ഇന്നും കള്ളനായിട്ടിരിക്കുകയാണ്. ഒരിക്കൽ ഞാനൊരു സഭയുടെ വിവാഹശുശ്രൂഷയ്ക്ക് പോയപ്പോൾ തിരുമേനി ദമ്പതിമാരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം, ഏറ്റവും ഒടുവിലായി ക്രൂശിലെ കള്ളനെ പോലെ ഇവരും സ്വർഗത്തിൽ വരാൻ സഹായിക്കണേ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന കേട്ടിട്ടില്ല. അതുവരെ മോട്ടിച്ചും തട്ടിച്ചും വെട്ടിച്ചും തന്നിട്ട് ക്രൂശിലെ കള്ളനെ പോലെ ഒടുവിൽ സ്വർഗത്തിൽ വരാൻ സഹായിക്കണേ. എന്തൊരു പ്രാർത്ഥന! ശ്രദ്ധിക്കണേ, ദൈവം സ്നേഹമാണ്, പക്ഷെ ദൈവം നീതിയോടെ കാര്യങ്ങൾ ചെയ്യും. ഈ മറുവശത്ത് കിടന്ന കള്ളൻ, ആ കള്ളന്റെ പേര് ചരിത്രത്തിൽ പറയുന്നത് ഗസ്മാസ് എന്നാണ്. ഗസ്മാസ് ഇടതുവശത്തിരുന്നത്, മറ്റവൻ ജിസ്മാസ്. അപ്പോ ഈ കള്ളന്റെ അടുത്ത് പറയണം അവസാനം, പിള്ളേ നീയും കൂടെ വാ എന്ന് പറഞ്ഞു. ദൈവം ഭയങ്കര സ്നേഹമുള്ള ആളല്ലേ. ഇവനൊന്നും അറിഞ്ഞുകൂടാ, പിതാവേ ഇവർ ചെയ്യുന്ന എന്നു അറിഞ്ഞുകൂടാ. പക്ഷെ ഈ കള്ളന്റെ അടുത്ത് പറഞ്ഞു കർത്താവ്, നീയും കൂടെ വാ എന്ന്. മനസ്സിലാക്കണം, അവനും പറഞ്ഞിരുന്നുവെങ്കിൽ ഇതൊക്കെ വാസ്തവമാണെങ്കിൽ എന്നെയും കൂടെ എന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവനെ കൂടെ കൊണ്ടുപോയി. ഇവൻ വാ തുറന്നില്ല, CSAക്കാരെ പോലെ വാ അടച്ചു പിടിച്ചിരിക്കാൻ. സ്വർഗത്തിൽ അരമണിക്കൂർ നിശബ്ദത ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? വെളിപ്പാട് ദിവസം വായിക്കുന്നു, CSAക്കാർ വന്ന സമയമാണ്. കംപ്ലീറ്റ് സൈലൻസ്. വെളിയിൽ ഇറങ്ങിയാലേ വാ തുറക്കും. നമ്മുടെ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ വാ തുറന്ന് ചോദിക്കണം. ഈ കള്ളനെ പിടിച്ചോണ്ടിരിക്കരുത്. കള്ളന്റെ യാചന കേട്ടില്ല അലിഞ്ഞു പറഞ്ഞ് ആ കള്ളനെ പിടിച്ചോണ്ടിരിക്കരുത്. അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു പാട്ടിങ്ങനെ പാടാറുണ്ട്. കള്ളനെ പോലെയാകുവാൻ, കള്ളന്റെ വാക്കു കേൾക്കുവാൻ, കള്ളനെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഒരിക്കലും ഈ കള്ളനെ പിടിച്ചോണ്ടിരിക്കരുത്, പറ്റിപ്പോകും. വാ തുറന്ന് കർത്താവിനോട് പറയണം, കർത്താവേ ഞാൻ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കയ്യിലിരിക്കുന്ന ദൈവവചനം സത്യമാണെങ്കിൽ അങ്ങൊരുക്കുന്ന ഭവനത്തിലേക്ക് വരുവാൻ തക്കവണ്ണം എന്നെയും യോഗ്യത ഉള്ളവനാക്കണമേ. ഞങ്ങളെപ്പോലുള്ള പ്രസംഗിമാർ പറയാറുള്ളത് ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലെന്നാണ്. ഇമ്പോസിബിൾ എന്ന വാക്ക് ദൈവത്തിന്റെ ഡിക്ഷണറിയിൽ ഇല്ല. ദൈവത്തിന് സകലവും സാധ്യം. ശരിയാണ്. ഭൂമിയിലുള്ള ഏത് കാര്യവും ദൈവത്തിന് സാധ്യം. മരിച്ചാലും ചിലപ്പോൾ തിരിച്ചു തരും. 1991 ഡിസംബർ മാസം 4-ാം തീയതി എൻ്റെ ഭാര്യ ഇലക്ട്രിക് ഷോക്കേറ്റ് മരിച്ചു. പുത്തരിക്കണ്ടം മൈതാനത്ത് വലിയൊരു ക്രൂസൈഡ് നടക്കുകയാണ്. അതിൽ ഞാനും ഭാര്യയുമാണ് പാട്ടുകാർ. എറണാകുളത്തു നിന്നും കോട്ടയത്തു നിന്നും എല്ലാം ഫുൾ ഓർക്കസ്ട്രയായിട്ട് ടീം വന്നിട്ടുള്ളത്. അവർക്ക് ചായ ഇടാനായിട്ട് ഹീറ്റർ കൊടുക്കുമ്പോഴാണ് എൻ്റെ ഭാര്യ ഷോക്കേറ്റ് മരിക്കുന്നത്. ആ ഡെഡ് ബോഡിയെ നോക്കി പ്രാർത്ഥിച്ചപ്പോൾ ജീവൻ തിരിച്ചു തന്നു. ആ ഭാര്യയാണ് ഇവിടെ ഇരിക്കുന്നത്. ഭൂമിയിലുള്ള ഏത് കാര്യവും ദൈവത്തിന് സാധ്യം. പക്ഷേ നിത്യതയിലേക്ക് പോകണമോ യോഗ്യത വേണം. യേശുവിൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു, കർത്താവേ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ? കൊച്ചു ചോദ്യം. ചോദിച്ച ആളുടെ പേരൊന്നും എഴുതിയിട്ടില്ല. പക്ഷേ യേശുവിന്റെ ഉത്തരം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 23 മുതൽ, ലൂക്കോസ് 13:23 മുതൽ, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ, പലരും കടപ്പാൻ നോക്കും, ഇംപോസിബിൾ, കഴിയുകയില്ലതാനും. അങ്ങനെയുണ്ട്. ദൈവത്തിനെല്ലാം സാധ്യമാണ്. പക്ഷേ നിത്യത്തിലേക്ക് പോകണമോ? ഒരു ബന്ധം സ്ഥാപിച്ചിരിക്കണം.
സ്നേഹബന്ധം സ്ഥാപിച്ചിരിക്കണം. നമുക്കറിയാം, ധനവാന്റെയും ലാസറിന്റെയും കാര്യം യേശു പറഞ്ഞു. അത് ഉപമയല്ല, അത് സംഭവമാണ്. ധനവാന് നല്ല അടക്ക ശുശ്രൂഷ കിട്ടി. ലാസറിനെ ആരും അടക്കം ചെയ്തില്ല. അന്നത്തെ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ മറവ് ചെയ്തു. ധനവാനെ സ്വർഗത്തിലാണ് അയച്ചതെങ്കിലും ധനവാൻ പോയത് പാതാളത്തിൽ. ലാസറിനെ ആരും അയക്കാനില്ലായിരുന്നു. ലാസറിനെ ദൂതന്മാർ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി, പറുദീസയിലേക്ക്. കാരണം ലാസറിന് മാനസാന്തരം ഉണ്ടായിരുന്നു. ശരീരത്തിൽ രോഗം തനിക്കുണ്ടെങ്കിലും ആത്മാവിൽ രോഗമില്ലായിരുന്നു. പാപരോഗമില്ലാത്തവനായിരുന്നു. അവൻ പറുദീസയിലേക്ക് എടുക്കപ്പെട്ടു. ഇവിടെ ഇതാ ഒരു കള്ളൻ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന്, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു പറയാണ്, പ്രാപിച്ചു വരുമ്പോഴല്ല, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയും. നാം ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ എവിടെയാണ് പോകുന്നതെന്ന് ഉറപ്പ് കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ടുണ്ടോ? യേശു ഒരിക്കലും ഒരു ധനവാനായ മനുഷ്യനെ കുറിച്ച് പറഞ്ഞു. അവന്റെ കൃഷിയെല്ലാം വളരെ വിളവുണ്ടായി. ഗോഡൗൺ എല്ലാം അവൻ വലുതാക്കി, എല്ലാം സംഭരിച്ചു. എന്നിട്ട് തന്നോട് തന്നെ പറഞ്ഞു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. യേശു പറഞ്ഞ കാര്യമായി അവനോട് യേശു ചോദിക്കുകയാണ്, ലൂക്കോസ് 12:20, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാണ്? ഈ ദിവസങ്ങളിൽ നമ്മൾ മീഡിയാസിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ഒരു 40 വയസ്സിനകത്തുള്ള മരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കോവിഡിന്റെ വാക്സിൻ എടുത്തുകൊണ്ടാണോ എന്നും പോലും പലരും സംശയിക്കും. മരണം നിശ്ചയമാണ്. എപ്പോഴും മരിക്കുമെന്ന് ആർക്കും ഒരു ഗ്യാരണ്ടിയും ഇല്ല. പക്ഷേ മരിച്ചാൽ എവിടെ പോകുമെന്നുള്ള ഗ്യാരണ്ടി പ്രാപിച്ചിട്ടുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ വളരെ പ്രധാനപ്പെട്ടത്. പേടിപ്പിക്കാൻ പറയുന്നതല്ല. 2000 വർഷം കൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ തൊട്ടു മുമ്പുള്ള ആരാധന പറഞ്ഞു, എന്തുകൊണ്ട് ദൈവം നമ്മെ സ്നേഹിച്ചു. നാം പറഞ്ഞിട്ട് ദൈവം സ്നേഹിച്ചതല്ല, നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാനാണ് ദൈവം സ്നേഹിച്ചത്. നശിച്ചു പോകുക എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് പോകാതെ നിത്യജീവൻ പ്രാപിക്കാനാണ് ദൈവം സ്നേഹിച്ചത്. ദൈവ സ്നേഹമെന്ന് പറഞ്ഞ് തോന്നിയതുപോലെ ജീവിച്ച് നിത്യജീവൻ പ്രാപിച്ചിട്ടില്ല എങ്കിൽ, മരണശേഷം പ്രാപിക്കുന്നതല്ല നിത്യജീവൻ, ജീവിച്ചിരിക്കുമ്പോൾ പ്രാപിക്കുന്നതാണ്. ക്രൂശിൽ കിടന്ന കള്ളന് മരണശേഷം ചാൻസ് ഇല്ല. മരിച്ച് ധനവാൻ പാതാളത്തിലേക്ക് പോയത്, അവന് ചാൻസ് ഇല്ല. ഇന്ന് വരെ അവന് വെള്ളം കൊടുത്തിട്ടില്ല. ജീവിച്ചിരിക്കുമ്പോൾ ഇഷ്ടം പോലെ ചാൻസ് തരിക, ഇഷ്ടം പോലെ. നമ്മൾ എത്ര പ്രാവശ്യം ഇവിടെ പാടിയത്, പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി, എല്ലാ ദുഃഖ വെള്ളിയാഴ്ച മാത്രമല്ലേ പാടൂ അല്ലേ? ശത്രുക്കൾ നിന്നയും എല്ലാവരും ഒക്കെ പേടിച്ചിരിക്കാനും തോന്നും. കുഴപ്പമില്ല, സ്വപ്പം പേടിച്ചാലും കുഴപ്പമില്ല. രാവിലെ വന്നിട്ട് കഞ്ഞിയും കുടിച്ച് പിന്നെ 7 മൊഴിയും കഴിഞ്ഞ് നേരെ ഇരുട്ടി പോകുമ്പോൾ ഒരു ശത്രുവിനെ നമ്മൾ കാണുക. ശത്രുവിനെ കാണുന്നത് ശനിയാഴ്ച രാവിലെയാണ്. അപ്പോൾ ക്രൂശിലെ സ്നേഹം ആർക്കെങ്കിലും ഓർക്കുമോ? അപ്പോൾ ക്രൂശ് ഒന്ന് നെഞ്ചിൽ കൈവച്ച് പറയാം, ശത്രുക്കൾ നിന്നയും ദൂഷ്യവും ശനിയാഴ്ച ചൊല്ലുമ്പോൾ ക്രൂശിമേൽ കാണുന്ന, അങ്ങ് പള്ളിയിച്ചെന്ന് പറഞ്ഞാൽ അപ്പൊ കർത്താവിൻ്റെ മൊഴികളിലെല്ലാം വലിയ വലിയ ആത്മീയ സത്യങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ മൊഴിയിലൂടെ
മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് നൽകുന്നത്. സ്വർഗരാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ചുങ്കക്കാരും പാപികളും വേശ്യമാരും കള്ളന്മാരും ഒക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനെ അല്ല അവർ പോകുന്നത്. അവർ മാനസാന്തരപ്പെട്ടിട്ടാണ് പോകുന്നത്. തങ്ങൾ നീതിമാന്മാരെന്ന് ധരിച്ചിരിക്കുന്ന അനേകർ വെളിയിലായിരിക്കും. ഇതൊക്കെ കൺവെൻഷൻ പ്രസംഗത്തിന് പ്രസംഗിക്കേണ്ടതാണ്. ഇപ്പോൾ അതുമായിട്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അതുകൊണ്ട് കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഈ ദുഷ്ടാലോകത്തിൽ, ഈ ദുഷ്കാലത്തുള്ള ജീവിതത്തിൽ, എൻ്റെ ജീവിതം എപ്പോൾ ഈ ലോകം വിട്ട് അവസാനിച്ചാലും ഒരു ഉറപ്പ് തരണം. എൻ്റെ യാത്ര എവിടെ ചെന്നാണ് അവസാനിക്കുന്നുള്ളൊരു ഉറപ്പോടെ ജീവിക്കാൻ സഹായിക്കണമേ. ഇന്നോ നീ മരിച്ചാൽ എങ്ങോ പോ, ദൈവകോപം നീങ്ങിയോ. ഇന്നോ നീ മരിച്ചാൽ എങ്ങോ പോ, ദൈവകോപം നീങ്ങിയോ. നിനക്കായേശു ക്രൂശിൽ മരിച്ചിട്ടുയർത്തെഴുന്നള്ളി മഹിമയിൽ. നിനക്കായേശു ക്രൂശിൽ മരിച്ചിട്ടുയർത്തെഴുന്നള്ളി മഹിമയിൽ വന്നിടുവിൻ. യേശുപാദം ചേർന്നിടുവിൻ, പാപത്തെ വിട്ടോടിടുവിൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 25 മുതൽ 27 വരെ. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിക്കുന്ന ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകനെന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ആദ്യത്തെ 3 സുവിശേഷങ്ങളിലും നമ്മൾ ഈ മൊഴി കാണുന്നില്ല. 33 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിനെ ദേവാലയത്തിൽ ന്യായപ്രമാണത്തിന്റെ ചടങ്ങുകൾ ചെയ്യാനായി അപ്പനും അമ്മയും കൊണ്ടു ചെല്ലുമ്പോൾ പരിശുദ്ധാത്മ നിയോഗത്താൽ ഒരു മനുഷ്യൻ അവിടെ ചെന്നു. ശിമ്യോൻ. അദ്ദേഹം തിരുവെഴുത്തുകളെ പകർത്തി എഴുതുന്ന ഒരാളാണ്. യെശയ്യാ പ്രവചനം പകർത്തി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ 7-ാം അധ്യായം 14-ൽ എത്തിയപ്പോൾ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഞാൻ പറഞ്ഞു, ഇത് ഞാൻ പകർത്തി എഴുതത്തില്ല. ഇത് സംഭവിക്കുന്നത് കാര്യമല്ല. ഒരു കന്യക ഗർഭിണിയാകുക, പിന്നെ ഒരു മകനെ തന്നെ പ്രസവിക്കാമെന്ന് സ്പെസിഫിക്കായിട്ട് എഴുതിയിരിക്കുന്നു. ഇത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു, ലൂക്കോസ് 2:25 മുതൽ, ലൂക്കോസ് 2:25 മുതൽ, യെരുശലേമിൽ ശിമിയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ, അല്ലാതെ വലിയ ദേവദാസനൊന്നുമല്ല, ഒരു മനുഷ്യനുണ്ടായിരുന്നു. വായിക്കാം. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായി. പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ നീ മരിക്കയില്ല എന്ന് പരിശുദ്ധാത്മ. നീ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യില്ലെന്നല്ലേ പറഞ്ഞത്, പകർത്തി എഴുതത്തില്ലെന്നല്ലേ പറഞ്ഞത്. അവനെ കാണുന്നതിന് മുമ്പ് നീ മരിക്കില്ല. അവരെ കാണുന്നതിന് മുമ്പ് നീ മരിക്കില്ല. അങ്ങനെ പരിശുദ്ധാത്മ നിയോഗത്താൽ താൻ ദേവാലയത്തേക്ക് ചെല്ലുകയാണ്. അവിടെ 100 കണക്കിന് കുഞ്ഞുങ്ങളെ യാഗം കഴിച്ച് ശുദ്ധീകരിക്കാനായിട്ട് അവിടെ കൊണ്ടുവരും. ആരാണെന്ന് ഒരു പിടിയില്ല. പക്ഷെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തി കൊടുത്തു, ഇതാണ് ആ കുഞ്ഞ്, ഇതാണ് ആ കുഞ്ഞ്. ആ കുഞ്ഞിനെ കയ്യിലെടുത്തു, സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞു, ഇപ്പോൾ നാഥാ, തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ പറഞ്ഞയക്കുന്നു. ഓർമ്മ വന്ന ഈ വാക്യം എവിടെയാണ് നമ്മൾ പറയുന്നത്? ഓർമ്മ വന്നു. പെട്ടിയെല്ലാം വെച്ച് അടച്ചു പൂട്ടിയിട്ട് കല്ലറയുടെ അടുത്ത് നിന്ന് പറയും, ഇപ്പോ നാഥാ സമാധാനത്തോടെ പറഞ്ഞയക്കുന്നു. കാരണം ഇങ്ങനെ കൊണ്ടുള്ള ശല്യം ഇതോടെ തീർന്നു. ഇതാണ് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായി?
ഇപ്പോൾ നാഥാ തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ അയക്കുന്നുവെന്ന് ശിമിയോൻ പറയാൻ കാരണം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, നീ കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരിക്കത്തില്ല. എന്നിട്ട് പറയുകയാണ്, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവും സകല ജാതികൾക്കും വേണ്ടി അവിടെ നിന്ന് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണ് കണ്ടുവല്ലോ. കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുക, നിന്റെ പ്രാണനിൽ കൂടെ ഒരു വാൾ കടക്കും, അനേകരുടെ വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും ഇവൻ ഇടയായി തീരും. ഒരു പക്ഷേ യേശുവിൻ്റെ അമ്മ ഇതെല്ലാം ഹൃദയത്തിൽ അയവറക്കിക്കൊണ്ട് നിൽക്കുന്ന സമയമാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത ഒരു തലമുറ, ഒരു കൾച്ചർ, അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നതിന് പകരം സ്തോത്ര കാഴ്ച കൊണ്ട് വയ്ക്കുന്ന ഒരു തലമുറ. അതാണ് ഖുർബാൻ എന്ന് പറഞ്ഞാൽ മതി, വഴിപാടെന്ന് പറഞ്ഞാൽ മതി, അപ്പനും അമ്മയ്ക്കും ചെയ്യേണ്ട ഒന്നും ചെയ്യണ്ട. അങ്ങനെയുള്ള തലമുറയുടെ നടുവിലാണ് യേശു ജീവിച്ചു വളർന്നത്. ഇവിടെ വെച്ചാണ് കർത്താവ് മറിയെ ഓട് പറയുന്നത്, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. യോഹന്നാന് പറയുകയാണ്, ഇതാ നിന്റെ അമ്മ. വളരെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുള്ളൊരു വചനമാണ്. യേശുവിൻ്റെ അമ്മ എല്ലാവരുടെയും അമ്മയെന്നാണ് ഇപ്പോൾ. അങ്ങനെയുള്ള പാട്ടൊക്കെ നിങ്ങൾ കേട്ടിരിക്കും അല്ലേ? ഇതാ ഇതാ നിന്റെ അമ്മ. അങ്ങനെ ആയിരുന്നെങ്കിൽ യേശുവിടെ പറയണമായിരുന്നു, ഇതാ നിങ്ങളുടെ അമ്മ. കാരണം അവിടെ 3-4 പേര് നിൽക്കുകയാണ്. ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയ, യേശുവിൻ്റെ അമ്മ മറിയ, സഹോദരി, ഇവരെല്ലാം നിൽക്കുകയാണ്. അപ്പോൾ അവരെ നോക്കി, ഇതാ നിങ്ങളുടെ അമ്മ. അങ്ങനെയല്ല പറഞ്ഞു. യേശുവിന് ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും വരില്ല. ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ. അപ്പോൾ സ്വന്തം വേദന, ശരീരം വേദന കൊണ്ട് പൊളയുകയാണ്. 3 ആണിമേൽ തൂങ്ങി നിൽക്കുന്ന യേശു തൻ്റെ അമ്മയുടെ പരിചരണം സുരക്ഷിതമായി യോഹന്നാനിൽ ഏൽപ്പിക്കുകയാണ്. നോക്കണേ, ജീവിതത്തിൻ്റെ ഭയങ്കരമായ അവസ്ഥയിൽ സ്വന്തം അമ്മയെ കരുതുന്ന സ്നേഹം, മാനുഷിക ബന്ധങ്ങൾക്ക് മൂല്യം കൊടുക്കുന്ന ആ ഒരു പ്രസ്താവന. ഇന്ന് അതെല്ലാം എത്രയോ തകർന്നു പോയല്ലേ. 2000 വർഷം കഴിയുമ്പോൾ സ്വന്തം ഭാര്യ ഭർത്താവിനെതിരെ കേസ് കൊടുക്കുന്നു. ഭാര്യയെ കൊണ്ട് സഹിക്കാൻ വയ്യാതെ ഭർത്താവ് സൂയിസൈഡ് ചെയ്യുന്നു. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കുന്നപ്പുഴ ജംഗ്ഷനിൽ സൂയിസൈഡാ. നിങ്ങൾ എല്ലാവരും അറിഞ്ഞോന്ന് അറിഞ്ഞൂടാ. നമ്മൾ അടുത്ത് നടക്കണമെന്ന് അറിയില്ല, അങ്ങ് അമേരിക്കയിൽ നടക്കണമെന്ന് നമ്മൾ അറിയാം. കുന്നപ്പുഴ ജംഗ്ഷനിൽ ജീവിച്ച് മടുത്തു പോകുന്നു. സ്നേഹിക്കാൻ ആരുമില്ല, കരുതാൻ ആരുമില്ല, ചേർത്ത് പിടിക്കാൻ ആരുമില്ല. ഇവിടെ ഇതാ യേശുക്രിസ്തു എന്ന മനുഷ്യൻ ജീവിത ബന്ധങ്ങൾക്ക് മാതൃകയായി തൻ്റെ ഒരമ്മയാണ് മകനെ ആശ്വസിക്കണം. മോനെ ധൈര്യമായിരിക്കും എന്ന് മോനെ ആശ്വസിപ്പിക്കേണ്ട അമ്മയെ 3 ആണിമേൽ കടന്നുകൊണ്ട്, തകർക്കപ്പെട്ടവനായി കടന്നുകൊണ്ട് അമ്മയെ ആശ്വസിപ്പിക്കുക, അമ്മയെ സുരക്ഷിത കരതങ്ങളിൽ ഏൽപ്പിക്കുക. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം. ഈ സ്നേഹം പ്രദർശിപ്പിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇന്ന് സ്നേഹമില്ല, കരുതലില്ല, സ്വന്തം കാര്യം സിന്ദാബാദ്. സ്വസ്നേഹികൾ അന്ത്യകാലത്തിൻ്റെ 1ാമത്തെ ലക്ഷണമായിട്ടാണ് തിരുവചനം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അന്ത്യകാലത്തിൻ്റെ 1ാമത്തെ ലക്ഷണം 2 തിമോത്തിയോസ് 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക, മനുഷ്യർ സ്വസ്നേഹികളായിരിക്കും. എല്ലാം സെൽഫിഷ്, സ്വയത്തെ മാത്രം സ്നേഹിക്കും. മൊബൈലെടുത്ത് സ്വന്തം ഫോട്ടോ എടുത്ത് അതിനെ മേക്കപ്പ് ചെയ്ത് അതിന്
ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലാവും. അപ്പനും വേണ്ട, അമ്മയും വേണ്ട, കാപ്പിയും വേണ്ട, ഊണും വേണ്ട, ഒന്നും വേണ്ട, മൊബൈൽ. ഞാൻ വയനാട് പോയപ്പോൾ അവിടുത്തെ സൺഡേ സ്കൂൾ വാർഷികത്തിന് കൂടെ, കൺവെൻഷൻ്റെ ഇടയിൽ വാർഷികം കൂടെ. ഇപ്പോൾ ന്യൂ ജെൻ, അപ്പം അങ്ങനെയൊക്കെ പറയണല്ലേ, ന്യൂ ജെൻ സങ്കീർത്തനം 23 ഒരു പയ്യൻ വായിക്കുകയായിരുന്നു. ഒന്ന് വായിച്ച് കേൾപ്പിച്ചോട്ടെ. മൊബൈൽ ഫോൺ എൻ്റെ ഇടയനാകുന്നു, എൻ്റെ സംസാരത്തിന് മുട്ടുണ്ടാകില്ല. അതെന്നെ പച്ചയായ ചിത്രങ്ങൾ എടുക്കുവാൻ സഹായിക്കുന്നു. സ്വസ്ഥതയോടെ വചനം ശ്രവിക്കുന്ന മനസ്സിൽ മറ്റുള്ളവരുടെ ശ്രദ്ധയെ അത് നശിപ്പിക്കുന്നു. എൻ്റെ പണത്തെ അത് കാർന്ന് തിന്നുകളയുന്നു. അതിൻ്റെ റിംഗ് ടോൺ നിമിത്തം എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നു. ഒരു താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരുവനെയും ഭയപ്പെടുന്നില്ല, കാരണം മൊബൈൽ എൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്നുവല്ലോ. അതിൻ്റെ പുതിയ ഓഫറുകളും മെമ്മറി കാർഡുകളും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന രംഗം പകർത്തിയെടുത്ത് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ മിസ്കാൾ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ മാനസം ചില നമ്പറുകളാൽ നിറഞ്ഞു കവിയുന്നു. അതിൻ്റെ റേഞ്ചും ചാർജറും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാനോ മൊബൈൽ റേഞ്ചിൻ്റെ പരിധിയിൽ ദീർഘകാലം വസിക്കും. അത് കേൾക്കാനുള്ള പിള്ളേരിവിടെ ഇല്ലാതായി. കേട്ടവരെന്ന് പറഞ്ഞു കൊടുക്കണം. ഇല്ലാത്ത ഇത് മതി. ഇനി കുറേ കഴിയുമ്പോൾ ഇങ്ങനെ ആവും ആളുകളെല്ലാം. നമ്മുടെ പിള്ളേരൊക്കെ കരുത്ത് നോക്കാൻ പറ്റില്ല, എപ്പോഴും ഇങ്ങനെയല്ല ഇരിക്കണം. ആരും വേണ്ട, ബന്ധങ്ങളെല്ലാം പോയി. അതിനൊരു കാരണം പാരൻസ് ആണെന്ന് ഈ സമയം എനിക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. മക്കളെ കേൾക്കാൻ പാരൻസിന് സമയമില്ല. എന്തെങ്കിലും ഒന്ന് പറയാൻ നീ ചെന്നിട്ട് പഠിക്കടാ എന്ന് പറയും. എപ്പോഴും പടി 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 പടി. ഒരു മോനെടുത്ത് നിന്റെ പേരെന്ത്? സ്റ്റഡി. സ്റ്റഡി എന്ന് പേരാ? അല്ല, എൻ്റെ പാരൻസ് എപ്പോഴും കണ്ടാ പറയും സ്റ്റഡി സ്റ്റഡി സ്റ്റഡി. അതുകൊണ്ട് ഞാൻ വിചാരിച്ച എൻ്റെ പേര് സ്റ്റഡി എന്നാണ്. മക്കളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം. അവർ പറയുന്നത് കേൾക്കാൻ സമയം കണ്ടെത്തണം. അല്ലെങ്കിൽ വേറെ പലരെയും കണ്ട് സംസാരിക്കും. ഇനി അടുത്തും ഒരു വീതി ഒരുങ്ങാൻ പോവുകയാണ്. അറിയാമോ അത്? ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് മാനവീയം വീഥി. അടുത്തിനി BJT ഹാൾ. അപ്പോൾ BJT ഹാൾ എന്ന് പറയില്ല, അയ്യങ്കാളി. അതിൻ്റെ അടുത്ത മാനവീയം വീഥി വരിക. ഞാൻ ഇന്ന് രാവിലെ വന്നപ്പോഴും കുറേ പയ്യന്മാരും പെണ്ണുങ്ങളൊക്കെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്തോണ്ടിരിക്കും. അവർക്കിന്ന് ഗുഡ് ഫ്രൈഡേ. ലോകം എങ്ങോട്ട് പോകുന്നു? നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കണം. പാരൻസിനെ സ്നേഹിക്കണം. പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സ് വേണം. ഞാൻ എൻ്റെ മക്കളടുത്ത് നിങ്ങൾക്ക് എന്ത് വേണോ തുറന്നു പറയാം. അവരെന്തും പറയും. എന്നെ ആ പയ്യൻ നോക്കി ചിരിച്ച് ഒരു വല്ലാണ്ട് ഗോഷ്ടി കാണിച്ചേ അതുമൊന്ന് പറയും. യേശുവിത തൻ്റെ മാതാവിനെ സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ സ്നേഹത്തിൻ്റെ പടങ്ങളായി, ഈ സ്നേഹത്തിൻ്റെ പ്രതിഫലനങ്ങളായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം. പാപികൾക്കു നിൻ സ്നേഹത്തെ എൻ ക്രിയയാ ഞാൻ കാണിപ്പാൻ. പാപികൾക്കു നിൻ സ്നേഹത്തെ എൻ ക്രിയയാ ഞാൻ കാണിപ്പാൻ. കാൽവരി ചിന്തയാൽ മനസ്സേ അഭിഷേകിക്ക ജയിപ്പാൻ. കാൽവരി ചിന്തയാൽ മനസ്സേ അഭിഷേകിക്ക ജയിപ്പാൻ. നാലാമതായി മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 34-ാം വാക്യം. അതിൻ്റെ 33 വരെ വായിക്കട്ടെ. 6-ാം മണി നേരമായപ്പോൾ 9-ാം മണി നേരത്തോളം ദേശത്ത്
എല്ലാം ഇരുട്ടുണ്ടായി. 9-ാം മണി നേരത്ത് യേശു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് അർത്ഥമുള്ള ഏലോഹീം ഏലോഹീം ലമ്മ ശബക്താനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. ഏകദേശം 6 മണിക്കൂറാണ് യേശു കർത്താവ് ക്രൂശിൽ കിടന്നത്. രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ. ആദ്യത്തെ 3 മണിക്കൂറിലാണ് 3 മൊഴികൾ യേശു പ്രസ്താവിച്ചത്. തുടർന്ന് 3 മണിക്കൂർ തികഞ്ഞ നിശബ്ദതയാണ്. ഈ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ടാണ് യേശു അത്യുച്ചത്തിൽ നിലവിളിച്ചത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ഒരു സാധാരണക്കാരന്റെ നിലവിളിയാണ്. നമുക്കറിയാം, തൊട്ടു മുമ്പ് എല്ലാം പിതാവ് എന്നുള്ള അഭിസംബോധനയിലാണ് വന്നത്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണം. ഇപ്പോൾ ടൈം മാറി. ദൈവം, ഒരു സാധാരണ മനുഷ്യൻ ദൈവമേ എന്ന് വിളിക്കും. കാരണം ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു മനുഷ്യനാണ് ദൈവമേ എന്ന് വിളിക്കുന്നത്. ദൈവവുമായിട്ടൊരു ബന്ധം വന്നാൽ പിന്നെ ദൈവത്തെ വിളിക്കുന്നത് പിതാവേ എന്നാണ്. അതാണ് വചനം പഠിപ്പിക്കുന്നത്. കാൺമീൻ, നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. യേശുവിന്റെ ഈ ലോക ജീവിതത്തിൽ ഇതുവരെയും പിതാവിൽ നിന്ന് താൻ അകന്നിരുന്നിട്ടില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം നാം വായിക്കുമ്പോൾ യേശു കർത്താവ് പറയുകയാണ്, ഞാൻ അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടില്ല, എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട്. ആ പിതാവിനോടുള്ള കൂട്ടായ്മയിലാണ് താൻ ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. പിതാവ് കാണിച്ചു കൊടുത്തു ആരെയെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കണം. പിതാവ് പറഞ്ഞു കൊടുത്തു എന്തെല്ലാം അത്ഭുത പ്രവൃത്തികൾ ചെയ്യണം. പിതാവ് പറഞ്ഞു കൊടുത്തു എന്തെല്ലാം സംസാരിക്കണം. ഒരിക്കൽ യേശു പറഞ്ഞു, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് വളരെ സംസാരിക്കാനുണ്ട്, വിധിക്കാനുണ്ട്. പക്ഷേ എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞത് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇവിടെ ഇതാ മാനവരാശിയുടെ പാപം, ആ പാപത്തിന്റെ ശിക്ഷ തൻ്റെ ശരീരത്തിൽ താൻ ചുമക്കുമ്പോൾ പിതാവ് എന്നുള്ള ബന്ധം അങ്ങ് മാറുകയാണ്, ഒറ്റയ്ക്കാകുകയാണ്. കാരണം പുത്രനായാലും പാപത്തെ ദൈവം വെറുക്കുന്നു. പാപിയെ സ്നേഹിക്കുന്നുവെങ്കിലും പാപത്തെ വെറുക്കുന്നു. യേശു പാപിയായി മാറിയില്ല, യേശു മാനവരാശിയുടെ പാപം ചുമന്നു പാപമായി. കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 2 കൊരിന്ത്യർ 5:17 മുതലുള്ള വാക്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. പാപവും പരിശുദ്ധനായ ദൈവവും ഒരുമിച്ച് പോകത്തില്ല. പാപം ദൈവത്തിൽ നമ്മെ വേർപെടുത്തുന്നതാണ്. വേർപാടെന്ന് പറയുന്നത് മരണം. വേർപെടുത്തുന്നവൻ ആരാണ്? കൊലപാതകൻ. ആരാണ് കൊലപാതകൻ? പിശാചി. യേശു പിശാചിനെ കൊലപാതകൻ എന്നാണ് പറഞ്ഞത്. പിശാചാണ് മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യത്തിൽ ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണെന്ന് അഹങ്കരിച്ചവരോട് യേശു പറയുകയാണ്. യോഹന്നാൻ 8:44, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, അവന്റെ മോഹങ്ങളെ ചെയ്യുവാൻ നിങ്ങൾ ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനാണ്. അവനിൽ സത്യമില്ലായ്ക കൊണ്ട് അവൻ സത്യത്തിൽ നിന്ന് നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്നെടുത്ത് പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനും ആകും. അപ്പൊ കള്ളം പറയുന്നവരുടെ അപ്പൻ ആരാണ്? എല്ലാവരും ഇവിടെ ജീവനോട് ഇരിപ്പുണ്ടോ? കള്ളം പറയുന്നവരുടെ അപ്പൻ ആരാണ്? പിശാച്. നമ്മൾ ചിലപ്പോൾ പറയില്ലേ, അപ്പൻ്റെ സ്വഭാവമേ കാണിക്കൂ, അവനെ പറഞ്ഞിട്ട് കാര്യമില്ല.
ദൈവത്തിൻ്റെ മക്കൾ സത്യം പറയുന്നവരായി. കള്ളം വന്നു കഴിഞ്ഞാൽ വേർപാട്, മരണം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പള്ളിയിൽ 10-15 പേർക്ക് കൺഫർമേഷൻ കൊടുത്തു. അപ്പോൾ അതിൽ പറഞ്ഞ ഒരു വാക്യം ഞാൻ ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും ഇതൊക്കെ തിരുവത്താഴത്തിൽ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ വായിക്കാറുണ്ടോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. എന്താണ് അവിടെ വായിച്ചെന്നറിയാമോ? റോമർക്ക് ലേഖനം 8-ാം അധ്യായം 12 മുതൽ. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ഇത് ശരീരത്തിന്റെ ജീവനല്ല. പാപം മനുഷ്യനെ കൊല്ലുന്നതാണ്, ആത്മീയ ജീവൻ നഷ്ടപ്പെടുത്തുന്നതാണ്. യേശു ഒരിക്കലും പിതാവായ ബന്ധത്തിൽ നിന്ന് വേർപെട്ടിരുന്നിട്ടില്ല. പക്ഷെ മാനവരാശിയുടെ പാപം തൻ വഹിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം കൈവിട്ടു. അതാണ് പാപത്തിന്റെ സീരിയസ്നെസ്. എന്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ന് യേശു മേലെ വിളിച്ചുപോയി. ആ നിമിഷം ഇരുട്ടിന്റെ അധികാരമായിരുന്നു, സാത്താന്റെ അധികാരം. യേശു ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ എന്നെ കൊല്ലുവാനായിട്ടൊക്കെ നോക്കി പലപ്പോഴും നടന്നില്ല. പീലാത്തോസ് പറയുന്നു, നിന്നെ കൊല്ലാനും വിട്ടയക്കാനും ഒക്കെ എനിക്ക് അധികാരമുണ്ടെന്ന്. അപ്പോൾ യേശു എന്താണ് അവനെ നോക്കി പറഞ്ഞത്? ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 52-ഉം 53-ഉം വാക്യങ്ങൾ. ലൂക്കോസ് 22, 52-ഉം 53-ഉം. ഒരു കള്ളന്റെ നേരെ എന്ന പോലെ നിങ്ങൾ എൻ്റെ നേരെ വരുന്നത് എന്തിനാണ്? വാളും പടിയുമായിട്ട് എന്തിനാണ് വരുന്നത്? ഞാൻ ദിവസേന നിങ്ങളോടൊപ്പം ദേവാലയത്തിലുണ്ടായിരുന്നു, അപ്പോഴൊന്നും നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തില്ല. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ സമയവും ഇരുട്ടിന്റെ അധികാരവുമാണ്. ഇതൊക്കെ വെറുതെ ഉപയോഗിച്ചിരിക്കുന്നതല്ല. ഇപ്പോൾ അന്ധകാരത്തിന്റെ സമയമാണ്, നിങ്ങളുടെ ഈ സമയം തന്നെ. അതുകൊണ്ട് ഇതൊക്കെ നടക്കും, അല്ലാതെ നടക്കത്തില്ല. താൻ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. മാനവരാശിയുടെ പാപത്തെ ചുമന്ന് നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി മാറേണ്ടത്. ദൈവത്താൽ കൈവിടപ്പെട്ട ഒരു മനുഷ്യന്റെ നിലവിളിയാണ്, എനിക്ക് ആരുമില്ലേ, എന്നെ സഹായിക്കാൻ ആരുമില്ലേ. പക്ഷെ ഒരു ദൈവ പൈതൽ പറയത്തില്ല എനിക്ക് ആരുമില്ല എന്ന്. കാരണം ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറയുന്ന ഒരുവനുണ്ട്. ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ പേരുക്കട ഹോസ്പിറ്റലിൽ ഗ്യാസിന്റെ പ്രയാസം കൊണ്ട് പോവുകയാണ്. ഗ്യാസാണെന്ന് വിചാരിച്ചു. പണ്ടൊരിക്കൽ ഡോക്ടർ വില്യം ജോൺ എനിക്കൊരു ഇഞ്ചക്ഷൻ തന്നപ്പോൾ എനിക്ക് ഭയങ്കര ഫ്രീ ആയി. അപ്പോൾ അതൊരു ഇഞ്ചക്ഷനിൽ കാര്യം തീരുമെന്ന് വിചാരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ക്യൂയിലൊക്കെ നിന്ന് ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്ര വേഗം ECG എടുക്കണം. ECG എടുക്കാൻ പോയി. അവിടുത്തെ നേഴ്സ് പറഞ്ഞു ക്യൂവിൽ നിൽക്കണ്ട, എത്രയും വേഗം ഡോക്ടറെ കാണണം. ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു അനങ്ങി പോരുത്, ഇപ്പം ഞാൻ ആംബുലൻസിനെ വിളിക്കും, മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാൻ. ഞാൻ ഡോക്ടർ ഞങ്ങൾ സ്കൂട്ടറിലാണ് വന്നത്, മെഡിക്കൽ കോളേജ് വരെ സ്കൂട്ടറിൽ പോകാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡോക്ടറുടെ റൂമിൽ നിന്ന് വെളിയിലിറങ്ങി എൻ്റെ ഒരു സ്നേഹിതനെ വിളിക്കാൻ ഫോൺ എടുത്തതും ഇതാണ്. എൻ്റെ ഭാര്യയെ താങ്ങിയതുകൊണ്ട് എൻ്റെ തല അടിച്ചില്ല. അപ്പോൾ എൻ്റെ ഭാര്യ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ശുശ്രൂഷയൊക്കെ തീർന്നോ? അല്ല, എനിക്ക് 2 പെമ്പിളരാണ് കർത്താവ്. ഇങ്ങനെയൊന്നും നിലവിളിച്ചില്ല. എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്, ഞാൻ മരിച്ചു പോയാൽ എൻ്റെ ഭാര്യ എൻ്റെ എല്ലാം പോയേ, എന്നെയും കൂടെ കുഴിച്ചിടണേ എന്ന് എൻ്റെ ഭാര്യ വിളിക്കില്ല. കാരണം എന്നെക്കാളും ഭയങ്കര സ്നേഹമാണ് ദൈവത്തോട് എൻ്റെ ഭാര്യയ്ക്ക്. മനസ്സിലായോ? ഒരു ദൈവ പൈതലിന്റെ പ്രത്യാശ അതാണ്. ഒരിക്കലും ഒറ്റയ്ക്കല്ല. മരണനിഴലിന്റെ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ രാത്രി മരിക്കുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു.
ഇത് ആറാമയുടെ പോരാട്ടമാണോ എവിടത്തെ പോരാട്ടം എന്ന് പറഞ്ഞൂടാ. വല്ലാത്ത വെപ്രാളം ഇതല്ല. ഞാൻ പിന്നെ രക്തം ചെയ്യും, യേശുവിന്റെ രക്തത്തെ കർത്താവെ നാളെ ശുശ്രൂഷിക്കാനുള്ളതാണ്, ഒന്നും സംഭവിച്ച് കളയരുതെന്നൊക്കെ പ്രാർത്ഥിച്ച് നേരം വിളിപ്പിച്ചു. ഞാൻ സുഖമായിട്ട് നിൽക്കുന്നത് നിങ്ങളാരും വിചാരിക്കരുത്. മനസ്സിലായോ? ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ പിന്നെ ആരുമില്ല, ആരും കാണൂല. ഒരു പാപിയായ വ്യക്തിയുടെ നിലവിളി യേശു കാണിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റ് ആയപ്പോൾ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്ത്? നാം ഇനിയും പാപം കൊണ്ട് നടക്കരുതേ, പാപത്തെ സ്നേഹിക്കരുതേ, വിശുദ്ധിയിൽ ജീവിക്കണം. പാപത്തോട് നോ പറയണം, പാപത്തിന് മരിക്കണം. അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. റോമർക്ക് ലേഖനം 6-ാം അധ്യായം 6-ാമത്തെ വാക്യം മുതൽ, റോമർ 6:6 മുതൽ, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം നമ്മുടെ പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നുവല്ലോ. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു. ഞാൻ പാപത്തിന് മരിക്കണം. പാപം ജഡമോഹമാകട്ടെ, കൺമോഹം, ജീവനത്തിൻ്റെ സ്വന്തം ഇഷ്ടം വന്നിങ്ങനെ തള്ളുമ്പോൾ ദൈവ ഇഷ്ടം കാട്ടും നല്ല ദിവ്യ സുവിശേഷം. പാടാൻ എളുപ്പമാണ്. എൻ്റെ ഇഷ്ടം വന്നു, എന്നിട്ട് എൻ്റെ ഇഷ്ടം നടക്കൂ. പാടുന്നത് എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, അങ്ങനെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. പക്ഷെ അവസാനം എൻ്റെ ഇഷ്ടം നടക്കും. ദൈവം കൂടെ കാണില്ല. പാപത്തെ സ്നേഹിപ്പാ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലാ ജീവിക്കും ഞാനിനി. ദൈവത്തിൻ പൈതലാ ജീവിക്കും ഞാനിനി. അഞ്ചാമതായി കർത്താവ് പറഞ്ഞ തിരുവഴിയാണ് എനിക്ക് ദാഹിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 28-ാം വാക്യം. തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ആകാശവും ഭൂമിയും അവയിലുള്ള സകലതും സൃഷ്ടിച്ച സൃഷ്ടാവാണ് നമ്മുടെ കർത്താവ്. ഇപ്പോൾ സൃഷ്ടിയോട് പറയുകയാണ് എനിക്ക് ദാഹിക്കുന്നു എന്ന്. 69-ാം സങ്കീർത്തനം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിലാണ് ആ പ്രവചനങ്ങളുടെ നിവൃത്തീകരണം, തിരുവെഴുത്തിന്റെ നിവൃത്തീകരണം എന്ന് പറയുവാൻ തക്കോണം കൊടുത്തിരിക്കുന്നത്. 1000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനം യേശു ക്രിസ്തുവിലൂടെ ഇവിടെ നിവൃത്തീകരിക്കപ്പെടുകയാണ്. നമുക്കറിയാം, വിശപ്പ് മാറ്റിവെക്കാം, പക്ഷെ ദാഹം മാറ്റിവെക്കാൻ പറ്റത്തില്ല. നമ്മൾ കഴിയുന്ന ഇവിടെ ചിലരൊക്കെ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും, ആരും ഭക്ഷണം കൊണ്ടുവന്നായിരിക്കില്ല. കാരണം വെള്ളം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. ദൈവത്തിൽ നിന്നും വേർപെട്ട ഒരു മനുഷ്യൻ ഈ ലോകം മോഹങ്ങളുടെ പിന്നാലെ ഒരു പട്ടിയെ പോലെ, തെരുനായ് പോലെ ദാഹിച്ചു നടക്കും. ഇന്നത്തെ തലമുറയിൽ അതാണ് കാണുന്നത്. ജഡത്തിന്റെ ദാഹം, ജഡവികാരങ്ങൾ അടക്കാനുള്ള ആസക്തി, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇത് മൂന്നും തീയമ്പുകളായിട്ടാണ് തിരുവനന്തപുരത്ത് പറഞ്ഞിരിക്കുന്നത്. ദുഷ്ടന്റെ തീയമ്പുകൾ. ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവൻ ഈ തീയമ്പുകളിൽ ചെന്ന് വീഴും. അതവനെ സാരമായി പരിക്കേൽപ്പിക്കും, അവന്റെ ജീവിതത്തെ അത് നശിപ്പിക്കും. ദൈവത്തോട് ചേർന്ന് ജീവിക്കാത്ത വ്യക്തികൾ പാപത്തെ, അതിനോടുള്ള ദാഹം അത്യാർത്തിയായിരിക്കും, ആസക്തികൾ. ഇവിടെ യേശു കർത്താവ് ദാഹിക്കുന്നു പറയുമ്പോൾ ഈ പാപത്തിന്റെ മോഹങ്ങളായിട്ടുള്ള ദാഹമല്ല. അവിടെ വാസ്തവത്തിൽ യേശു വന്നത് ദാഹം തീർക്കാനായിട്ടാണ്.
ശമരിയക്കാരത്തി സ്ത്രീയോട് സംസാരിക്കുമ്പോൾ എനിക്ക് ദാഹിക്കുന്നു, വെള്ളം വേണമെന്ന് പറയുമ്പോൾ അവൾ വിചാരിച്ചു കിണറ്റിലെ വെള്ളമാണെന്ന്. പക്ഷേ തുടർന്നുള്ള സംഭാഷണത്തിൽ മനസ്സിലായി ജീവജലത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ജീവജലം, പരിശുദ്ധാത്മാവ്. അത് വരുമ്പോഴാണ് മനുഷ്യന്റെ ദാഹങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാകും. ദാഹങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാകും. മറ്റൊരു തരത്തിലൂടെ ചിന്തിക്കാം. എനിക്ക് ദാഹിക്കുന്നു എന്ന് യേശു പറയുമ്പോൾ ഒരു സാധാരണ മനുഷ്യനെ പോലെ തൻ്റെ ആവശ്യം താൻ പറയുകയാണ്. നമുക്കറിയാം, ഇന്ന് പലരും അവരുടെ ആവശ്യങ്ങൾ പലരോടും ഷെയർ ചെയ്യാറില്ല. അങ്ങനെ വളരെ സങ്കീർണത നിറഞ്ഞു വരുമ്പോൾ അഭിമാനം ഓർത്ത് അങ്ങ് ആത്മഹത്യ ചെയ്യുകയാണ്. ചെയ്ത കാര്യം ആത്മഹത്യ ചെയ്ത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഒരു 2 ലക്ഷം രൂപയുടെ കടമുണ്ടായി. അപ്പോൾ ആരോടും ചോദിക്കാൻ മനസ്സില്ലാരും. ആര് പറഞ്ഞ എന്ത് വിചാരിക്കും എന്നെല്ലാം വിചാരിച്ചു അങ്ങ് ചത്തോളം. ദുരഭിമാനം. യേശുവിന് വേണമെങ്കിൽ ദുരഭിമാനം എടുക്കാമല്ലോ. താൻ വസ്തുവായിട്ട് താൻ ദൈവത്തിനായി വന്നവനാണ്. മനുഷ്യൻ്റെ അടുത്ത് ഒരു കാര്യം, ഈ ചുറ്റും നിൽക്കുന്ന പടയാളികൾ ഇവരെല്ലാം അവരുടെ അടുത്ത് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കുറവല്ലേ? ഇല്ല, താൻ ഉള്ളതുപോലെ താൻ പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു. ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന അവന് പുളിച്ച വീഞ്ഞു കൊടുത്തു, അവൻ കുടിച്ചു എന്ന് എഴുതിയിട്ടുണ്ട് ഒരു ഭാഗത്ത്. മറ്റൊരു രീതിയിലും ഇതിനെ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആത്മാക്കളെ കുറിച്ചുള്ള ദാഹം. നരകാഗ്നിയിൽ ജഡത്തിന്റെ ആസക്തികൾ മൂലം പാഞ്ഞൊഴുകയാണ് മനുഷ്യൻ. അവരെ നിത്യജീവങ്കിലേക്ക് വിളിക്കാനുള്ള ദാഹം, അത് നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ് ആ വലിയ ദൗത്യം. നമുക്ക് അറിയാം, വേദപുസ്തകം അവസാനിക്കുന്നത് തന്നെ ഈ ദാഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണല്ലോ. വെളിപ്പാട് പുസ്തകത്തിൽ ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ, രുചിക്കുന്നവൻ സൗജന്യമായി വെള്ളം കുടിക്കട്ടെ എന്നവിടെ പറഞ്ഞിരിക്കുകയാണ്. വരിക എന്ന് മണവാട്ടിയും ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. വെളിപ്പാട് പുസ്തകം 22:17. ദൈവം ഇന്നും ദാഹത്തോടുകൂടെ കാത്തിരിക്കുകയാണ്. ജീവിതത്തെക്കുറിച്ച് ലക്ഷ്യബോധമില്ലാതെ അനേകർ ലോകത്തിന്റെ കെണികളിൽ ചെന്ന് വീഴുമ്പോൾ അവരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ നമ്മെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. നമ്മെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുക. കർത്താവിന്റെ 2ാമത്തെ വരവ് ഇന്നൊരു പരിഹാസ വിഷയമായി മാറുമ്പോൾ ദൈവത്തിന്റെ വചനം അതിനെക്കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് കർത്താവിന്റെ വരവ് താമസിക്കുന്നത്? 2 പത്രോസ് 3-ാം അധ്യായം 9-ാം വാക്യം. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വരവിന് നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട്, എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുന്നു എന്നല്ല, അവിടെ ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നുമില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണം. ലോകത്തിലുള്ള എല്ലാവരും ഈ സുവിശേഷം അറിയേണ്ടതുപോലെ അറിയണം. അതിന് നിങ്ങളോട് ദീർഘക്ഷമ എന്ന് വെച്ചാൽ നമ്മോട്. തമിഴ് ബൈബിളിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നമ്മേൽ നീടിയ പൊറുമയുള്ളവരായിരിക്കുക. നമ്മുടെ ചുറ്റും സത്യസുവിശേഷം അറിയാതെ ലോകത്തിന്റെ മോഹങ്ങളിൽ കെണികളിൽ അകപ്പെട്ട് നിരാശയോടെ ജീവിക്കുന്ന ആയിരങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഭവനങ്ങളിൽ കാണാം. അവരെ ഈ ജീവജല ഉറവയിലേക്ക് നയിക്കേണ്ടത് നാമാണ്. നാം അതിനെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് അവിടെ പ്രവർത്തിച്ചോളൂ. ഞാൻ പോകുന്ന കൊച്ചു ബൈബിൾ ക്ലാസ്സുകളെല്ലാം ഞാൻ പറയും, ഈ ദിവസങ്ങളിലൊക്കെ ഒരു ചോദ്യം, യേശുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്തിനാണ് യേശു ക്രൂശിൽ മരിച്ചതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഒരു ചോദ്യം ചോദിച്ചങ്ങിടുക. ഒരു വാതിൽ അവിടെ തുറക്കും. അവരോട് സത്യസുവിശേഷം പറയുക. കാരണം അവർക്കറിയത്തില്ല. എൻ്റെ മകള് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവിടെ ക്ലാസ് എടുക്കുമ്പോൾ ഒരു കുട്ടി പറയുകയാണ്, ഇത്രയും നല്ലൊരു യേശുവിനെ നിങ്ങൾ എന്തിനാണ് ഈ പള്ളിക്കകത്ത് കെട്ടിയിട്ടേക്കണം? ഞങ്ങൾ കേട്ടിട്ടില്ല, ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല യേശുവിനെ.
LMS കോമ്പൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ കേള്, ഞാൻ അവളോട് ഞാൻ സംസാരിക്കുമ്പോൾ, എൻ്റെ ചില വർക്കുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ ഞാൻ അവളോട് സംസാരിച്ചപ്പോൾ അവർക്ക് യേശുവിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. അവിടുത്തെ അടിയും വഴക്കറിയാം. വളരെ ദയനീയമാണ് നമ്മുടെ ചുറ്റും. നമ്മൾ വിചാരിക്കും അവർക്കെല്ലാം അറിയാമെന്ന്. പക്ഷെ വേറൊരു കാര്യം, പലതും നമുക്കും അറിഞ്ഞുകൂടാ. നമുക്കൊരു വിശ്വാസമുണ്ട്. എൻ്റെ വിശ്വാസം എന്നെ കൂടുതലൊന്നും ചോദിക്കരുത്. കർത്താവ് മാറ്റി വെച്ചിരിക്കുകയാണ്. ലോകം മോഹങ്ങളുടെ ദാഹത്തിൽ ആസക്തിയിൽ മുങ്ങിക്കിടക്കുക. അവരെ സത്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നമ്മെ ആഗ്രഹിക്കും. നമ്മുടെ കഷ്ടതകൾ മറ്റുള്ളവർ അറിയുമോ എന്ന് വിചാരിച്ച് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കരുത്. അറിയിക്കേണ്ടവരെ അറിയിക്കണം. പ്രാർത്ഥനയോടുകൂടെ അറിയിക്കുമ്പോൾ ദൈവം വഴികളെ തുറക്കും. യേശു ദുരഭിമാനമൊന്നും കാണിച്ചില്ല. തൻ്റെ ആവശ്യം താൻ പരസ്യമായി പറഞ്ഞു. ഇത് നമുക്കൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ ഇല്ലായ്മകളും നമ്മുടെ വല്ലായ്മകളും ദൈവത്തോടും ദൈവമക്കളോടും പങ്കിടുന്നതിൽ നാം ലജ്ജിക്കരുത്. ദൈവത്തിൻ്റെ വഴി എവിടെയാണ് ദൈവം തുറക്കുന്നത് നമുക്ക് ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് ഈ വിഷയം, ലാസർ ധനവാൻ, അവൻ ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ സമയം തെറ്റി, സ്ഥലം തെറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ധനവാൻ ഇന്ന് വരെ വെള്ളം കൊടുത്തിട്ടില്ല. ആ സ്ഥലത്ത് ആരും പോകരുതെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ധനവാൻ വെള്ളം ചോദിച്ചു. ലാസറിന്റെ വിരലിന്റെ അറ്റം ഒന്ന് വെള്ളത്തിപ്പിക്കുക. ഒരാൾ പറഞ്ഞത് ബാക്കിയെടുത്തെല്ലാം കുഷ്ടാണ്, ഈ അറ്റത്ത് മാത്രം ഇത്തിരി ക്ലിയർ ഉണ്ട്, അതുകൊണ്ടാണ്. ഇത്രയും വെള്ളം കൊണ്ട് വല്ല എന്തെങ്കിലും ആവുമോ? അവിടെ കിടന്നിട്ടും അഹങ്കാരം വിട്ടിട്ടില്ല. നമ്മൾ സാധനം ഇനി അവർക്ക് വിശക്കില്ല, ഇനി അവർക്ക് ദാഹിക്കില്ലെന്ന് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ദാഹിക്കുന്ന വിശക്കുന്ന ഒരു സ്ഥലമുണ്ട്, ആഹാരം കൊടുക്കാത്ത വെള്ളം കൊടുക്കാത്ത ഒരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ ആരും പോകരുതെന്ന് ആഗ്രഹിച്ചാണ് കാൽവരി ക്രൂശിൽ കർത്താവ് നമ്മെ ഓർത്ത്, എനിക്ക് ദാഹിക്കുന്നു, ഈ സത്യം ജനം അറിയേണ്ടതിന് ഞാൻ ദാഹിക്കുന്നു, ഈ സത്യസുവിശേഷം അറിയേണ്ടതിന് ഞാൻ ദാഹിക്കുന്നു, ഇവർ ജീവൻ പ്രാപിക്കണം, ഇവർ മരണത്തിൽ നിന്ന് എഴുന്നേൽക്കണം, അതിനായി ഞാൻ ദാഹിക്കുന്നു. ആ അർത്ഥം മനസ്സിലാക്കാൻ കർത്താവേ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നു നീ ഒരിക്കൽ കൂടി ദൈവവിളി കേട്ടല്ലോ, രക്ഷിതാവ് സ്നേഹത്തോടെ കാത്തിരിക്കുന്നുണ്ടല്ലോ. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, പാവങ്ങൾ നീങ്ങ്. ആറാമതായി യേശു തിരുവായ്മൊഴി പറഞ്ഞത് നിവൃത്തിയായി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യം. യേശു കുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു. ടെറ്റലസ്റ്റായി എന്നാണ് അതിന് ഗ്രീക്ക് പദം കൊടുത്തിരിക്കുന്നത്. യജമാനന്റെ മുമ്പിൽ അടിമ വന്ന് മുഖം കുനിച്ച് എന്ന് പറയുന്ന വാക്കാണ്. യജമാനനെ, അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തിയാക്കി. യേശു കർത്താവ് വന്നത് മാനവരാശിയുടെ പാപ പരിഹാരത്തിനായിട്ടാണ്. അവൻ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കണം. ദൂതൻ യോസഫിനോട് പറഞ്ഞതാണ്. തൻ്റെ ജനനവും തൻ്റെ ജീവിതവും തൻ്റെ ശുശ്രൂഷയും തൻ്റെ മരണവും ദൈവം കൽപ്പിച്ചതൊക്കെയും നിവർത്തീകരിക്കുന്നതായിരുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ ന്യായപ്രമാണം നീക്കാനല്ല വന്നത്, അത് നിവർത്തിപ്പാനത്രേ വന്നത്. അപ്പോൾ പിതാവ് ഏൽപ്പിച്ച ദൗത്യം താൻ പൂർത്തീകരിച്ചു. എബ്രായർക്ക് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ദൈവം ഭാഗമായും വിധമായും പിതാക്കന്മാരോട് അരുളി ചെയ്ത ശേഷം ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നു. തുടർന്ന് പറയുകയാണ്, യേശു ആരാണ്? വായിക്കാം.
അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്ര എന്ന് പറഞ്ഞാൽ യേശുവിനെ കാണുന്നവൻ ദൈവത്തെ കാണുന്നത് പോലെയാണ്. സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം ഉയരത്തിലേക്ക് പോയി. താൻ വന്നതുപോലെ തിരിച്ചു പോയി. താൻ മുകളിൽ നിന്നാണ് വന്നത്, മുകളിലേക്ക് പോയി. നമ്മളെല്ലാം ഭൂമിയിൽ നിന്നാണ് വന്നത്, ഇനി മുകളിലോട്ട് പോകണം. പോകാനുള്ളത് ഒരിക്കലേക്ക് താഴോട്ട് പോകും. യേശു മുകളിൽ നിന്ന് വന്നു, തിരിച്ചെല്ലാം ക്ലിയർ ചെയ്തിട്ട് താൻ മുകളിലേക്ക് പോയി. ഇനി അവൻ വീണ്ടും വരും. കർത്താവിൻ്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ഇതൊക്കെ പറയും. ഇതെല്ലാം ചിന്തയിൽ വരണം. ഇനി അവൻ വരാൻ പോവുകയാണ്. വരാൻ പോകുമ്പോൾ എങ്ങനെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എബ്രായർ 9:27-28. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുക. മനുഷ്യർക്ക്, ക്രിസ്ത്യാനികൾക്കല്ല. ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം പറഞ്ഞു, ദൈവം ക്രിസ്ത്യാനിയല്ല, ദൈവം CSA-കാരനല്ല, ദൈവം പെന്തക്കോസ്തുകാരനല്ല, ദൈവം കത്തോലിക്കനല്ല, ദൈവം മാർത്തോമാക്കാരനല്ല. ദൈവമാണ്. ദൈവം സംസാരിക്കുന്നത് മനുഷ്യനോടാണ്. ബൈബിൾ മനുഷ്യന് കൊടുത്തതാണ്. ഇതിനെ മതഗ്രന്ഥമാക്കി മാറ്റിക്കളഞ്ഞതാണ് മതം. ബൈബിൾ ബേസിക് ഇൻഫർമേഷൻ ബിഫോർ ലീവിങ് എർത്ത്. ഈ ലോകം വിട്ടു പോകുന്നതിന് മുമ്പേ ഒരു മനുഷ്യൻ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട പച്ച സത്യങ്ങളാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുന്നത്. മതഗ്രന്ഥമൊന്നും അല്ല. അപ്പോൾ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ ഒരിക്കലായി അനേകത പാപങ്ങൾക്കായി അർപ്പിക്കപ്പെട്ടു. ഇനി തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ പ്രത്യക്ഷനാകും. പാപപരിഹാരം വരുത്തുവാനാണ് താൻ വന്നത്. ഇനി പാപമില്ലാത്തവനായി തേജസ്സോടെ വിശുദ്ധിയോടെ താൻ വീണ്ടും ഈ ഭൂമിയിലേക്ക് വരും. ന്യായപ്രമാണത്തെ താൻ നിവൃത്തീകരിച്ചു. പിശാചിന്റെ മക്കളായി ജീവിക്കുന്നവരെ ദൈവത്തിന്റെ മക്കളാക്കി തീർക്കാനുള്ളതെല്ലാം താൻ പൂർത്തീകരിച്ചു. പിശാചിന്റെ മക്കൾക്ക് വേദോസ്തം വേറൊരു പേര് പറയുന്നുണ്ട്, ലോകത്തിന്റെ മക്കൾ. ലോകത്തിന്റെ മക്കൾ ദൈവത്തിന്റെ മക്കളെക്കാൾ ഭയങ്കര ബുദ്ധിയുള്ളവരാണ്. ടെസ്റ്റിനും പരീക്ഷയ്ക്കൊക്കെ റാങ്ക് വാങ്ങിക്കുന്നത് ക്രിസ്ത്യാനികളാണ്. ചിലപ്പോൾ ഫസ്റ്റ് ചാൻസിന് തോക്കും അല്ലേ, എന്നിട്ട് എല്ലാവരും കൂടെ കളിയാക്കും. പ്രാർത്ഥിച്ചിട്ട് തോക്കുകയല്ലേ ചെയ്തത്. സൂത്രം കാണിക്കണവനെ ഈ ലോകത്തെ ജയിക്കൂ. വാക്യമുണ്ടോ? ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം എന്നാണ് എൻ്റെ ഓർമ്മ. കാരണം ആർക്കൊക്കെ വേണ്ടിയാണ് ഇതൊക്കെ സംസാരിക്കുന്നത് കേട്ടോ. ഇത് വേറെ മൊഴിയും കൂടെ ചേർന്നതാണ്. വായിക്കാം. അതിന്റെ തൊട്ട് മുമ്പേ ഈ ലോകത്തിന്റെ മക്കൾ വെളിച്ചത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ മക്കളെക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ ഈ തലമുറയിൽ ഭയങ്കര ബുദ്ധിയാണ്. ഇപ്പൊ AI ടെക്നോളജിയാണ്. ഇസ്രായേൽ AI ടെക്നോളജി അത് വെച്ചാണ് അവർ യുദ്ധം ചെയ്യുന്നത്. പക്ഷെ ഇസ്രായേലിന്റെ സ്വഭാവമോ ഗേ പരേഡ് 2024 ഇസ്രായേൽ എന്നടിച്ചാൽ ഗേ പരേഡ് നെറ്റിൽ നോക്കിയാൽ. ഗേ എന്ന് പറഞ്ഞാൽ സ്വവർഗാനുരാഗികൾ. ഇസ്രായേൽ ദേശത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്വവർഗാനുരാഗികളാണ്. ഇത് നേരത്തെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം. അതൊക്കെ കൂടെ ഒന്ന് അറിഞ്ഞുകൊണ്ട് പോകാം. ഇനി ഏതവസരമാണ് നമുക്ക് അതിന് കിട്ടുന്നതെന്ന് അറിഞ്ഞൂടല്ലോ. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 8-9. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോം എന്നും മിസ്രൈം എന്നും പേരുള്ള മഹാനഗരമായ യെരൂശലേമിന്റെ വീതിയിൽ 2 പേരുടെ ശവം കിടക്കും. ഇനി 2 പേര് വരും സ്വർഗത്തിൽ. മോശയും ഏലിയാവും സ്വന്തം ജനമായി ഇസ്രായേലിനോട് സംസാരിക്കാം.
അവർ വന്ന് സുവിശേഷം പറയുമ്പോൾ ഈ AI ടെക്നോളജിക്കാരുണ്ടല്ലോ, അവരെ കൊല്ലുമ്പോൾ അവരുടെ ബോഡി അടക്കാൻ സമ്മതിക്കൂല. 3.5 ദിവസം ലൈവായിട്ട് ലോകം മുഴുവനും കാണിക്കും. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ഇത് എഴുതിയപ്പോൾ കറണ്ട് പോലും കണ്ടുപിടിച്ചിട്ടില്ല. നോക്കാം, അവിടെ 3.5 ദിവസം ലോകം മുഴുവനും അവരുടെ ശവം കാണും. ഇപ്പൊ ആത്മീകമായി സോദോം മിസ്രൈം, ദൈവത്തിന്റെ വിശുദ്ധ ജനമെന്ന് പറയപ്പെടേണ്ടവർ ഇപ്പോൾ സ്വർഗാനുരാഗികളായി മാറിയിരിക്കുകയാണ്. പാപം. പക്ഷെ ബുദ്ധിപരമായി AI ടെക്നോളജിയാണ്. ഇവരുടെയും രക്ഷയ്ക്കായിട്ടാണ് കർത്താവ് ക്രൂശിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവിടുത്തെ സമയം തീരാറായി. ദാവീദ് ഗ്രഹത്തിനുമേലും യാക്കോബ് ഗ്രഹത്തിനുമേലും ദൈവം തന്റെ ആത്മാവിനെ അയക്കും. ആത്മാവിനെ അയക്കണമെങ്കിൽ ഇവിടെ നിന്ന് പരിശുദ്ധാത്മാവിനാൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന തന്റെ വിശുദ്ധ സഭയെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റണം. എപ്പോൾ വേണമെങ്കിലും കർത്താവ് മാറ്റും. കാരണം ഇനി പ്രസംഗിച്ചിട്ടാരും നന്നാവാൻ പോണില്ല. ഇനി അടുത്ത വർഷം ദുഃഖ വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ ക്രൂശിന്റെ ഒരു വശത്ത് കിടന്ന കള്ളനെ വിളിക്കുക, അവൻ 7 മൊഴി നേരിട്ട് കേട്ട ആളാണ്. മനസ്സിലാവുന്നില്ല? 7 മൊഴിയും കേട്ടിട്ട് അവൻ ഗുണം പിടിച്ചില്ലെന്നേ. പിടിച്ചോ? ഈ നിവൃത്തിയായി എന്നൊക്കെ പറഞ്ഞപ്പോ കല്ലറകൾ തുറന്നു, ഇടിവെട്ട് എല്ലാം ഉണ്ട്. അപ്പോഴെങ്കിലും കർത്താവേ ഇതൊക്കെ ശരിയാണ്, എന്നെ കൂടെ ഓർത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നീ കൂടെ വാ. കാരണം പോയാൽ ഒരിക്കലും മടങ്ങി വരാത്ത ഗന്ധകത്തി പോയില്ല. മനസ്സിലാക്കണം, യേശു കർത്താവ് ദൈവമക്കളായി നമ്മൾ മാറാനുള്ളതെല്ലാം താൻ നിവൃത്തീകരിച്ചിട്ടുണ്ട്. അത് നമ്മെ എഴുതി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിവൃത്തിയായെന്ന് പറയുമ്പോൾ മാനവരാശിയുടെ പാപത്തിൽ നിന്നുള്ള വിടുതലിനുള്ള എല്ലാം താൻ നിവൃത്തീകരിച്ചു. നാം ജീവൻ പ്രാപിക്കേണ്ടതിന് ജീവപുസ്തകത്തെ പേരുള്ളവരായി പ്രത്യാശയോടെ ആനന്ദത്തോടെ ജീവിക്കാനുള്ളതെല്ലാം താൻ കാൽവരിയിൽ നിവൃത്തീകരിച്ചു. നിന്മരണം കൊണ്ടെന്റെ വന്നരകം നീയകറ്റി, നിന്മരണം കൊണ്ടെന്റെ വന്നരകം നീയകറ്റി, നിൻ മഹത്വം തേടി നീ എന്റെ കാലം കഴിപ്പാനായി അരുൾക കൃപ, എന്റെ കാലം കഴിപ്പാനായി അരുൾക കൃപ. ദേവേശ യേശുവരാ ജീവനെനിക്കായി വെടിഞ്ഞോ, ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ കൊടുപ്പാൻ നീ മരിച്ചോ, നിത്യജീവൻ കൊടുപ്പാൻ നീ മരിച്ചോ. ആമേൻ. 7-ാമത്തെ മൊഴി ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 46-ാം വാക്യം. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഭരമേൽപ്പിക്കുന്നു. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഭരമേൽപ്പിക്കുന്നു. സ്റ്റാർട്ടിങ് പോലെ വളരെ പ്രധാനപ്പെട്ടതാണ് ഫിനിഷിങ്. പലയിടത്തും സ്റ്റാർട്ടിങ് നന്നായിരിക്കും, ഒടുവിൽ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയി ഇടിച്ചു നിർത്തും. ഗലാത്യ സഭയെ കുറിച്ച് എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഗലാത്യരുടെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിക്കാൻ നിങ്ങളെ തടഞ്ഞത് ആർ? തുടക്കം നന്നായിരുന്നു. നമുക്കറിയാം നമ്മുടെ സഭകളെ കുറിച്ചുള്ള പാരമ്പര്യങ്ങൾ 170, 150, 126 വർഷങ്ങളൊക്കെ പാരമ്പര്യമുള്ള സഭകളാണ്. തുടക്കം മിഷണറിമാരാൽ ജീവൻ ബലിയർപ്പിച്ച് കർത്താവിന് വേണ്ടിയുള്ള ധീര രക്തസാക്ഷികൾ. അവസാനത്തിലേക്ക് വരുമ്പോഴുള്ള അവസ്ഥകളെല്ലാം
ദയനീയമെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ ഇതാ 3.5 വർഷക്കാലത്തെ യേശുവിന്റെ ശുശ്രൂഷ അവസാനിപ്പിച്ചുകൊണ്ട് തൻ്റെ ദൗത്യം നിവർത്തിയാക്കി പിതാവിൻ്റെ കയ്യിൽ തൻ്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കുകയാണ്. തുടങ്ങിയത് പിതാവിലാണ്. ഇടയ്ക്ക് ദൈവം പോലും കൈവിട്ട അവസ്ഥ. കാര്യങ്ങളെല്ലാം നിവൃത്തിയായി റിലേഷൻഷിപ്പ് വീണ്ടും റെഡിയായി. പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഫലമേൽപ്പിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇത് വളരെ ഒരു മാതൃകയാണ് കർത്താവ് വെച്ചിട്ട് പോയിരിക്കുന്നത്. എപ്പോഴാണ് ഇവിടം വിട്ട് പോകുന്നത് അറിയത്തില്ല. നമ്മുടെ ആത്മാവിനെ നമുക്ക് പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പറ്റുമോ എന്നും നമുക്കറിയത്തില്ല. ചില വിശുദ്ധന്മാരെല്ലാം അതേ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് കടന്നുപോയവർ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. പഴയ അപ്പച്ചന്മാരുടെ അമ്മച്ചിമാരുടെയൊക്കെ സാക്ഷി നമുക്ക് പറയാനായി കാണുമായിരിക്കും. അവരുടെ മരണത്തെക്കുറിച്ച് അവർ നേരത്തെ കണ്ടു, അതിനായി ഒരുങ്ങിയിരുന്നു എന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ആത്മാവ് എപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുന്നതിന് ഒരുക്കമുള്ളതായിരിക്കണം. ക്രിസ്തുവിൽ മരിക്കുന്നവരാണ് ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്നത്. ക്രിസ്തുവിൽ ജീവിക്കുന്നവരാണ് രൂപാന്തരപ്പെടുന്നത്. ചില മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു ചർച്ചയിൽ പോയപ്പോൾ വചന ശുശ്രൂഷ വേളയിൽ ഞാൻ പറഞ്ഞു, പലരും ആഗ്രഹിക്കുന്ന നല്ലൊരു അടക്ക ശുശ്രൂഷയാണ്. ഒരു 10-15 അച്ഛന്മാര്, കഴിയുമെങ്കിൽ ബിഷപ്പ്, ഇവരെല്ലാം കൂടെ അടക്ക ശുശ്രൂഷ നടത്തി ആത്മാവിനെ പറഞ്ഞയക്കുമ്പോൾ ആത്മാവ് പോകുമെന്ന് ചിലർ വിചാരിക്കും. ഞാൻ പറഞ്ഞു, നല്ല അടക്ക ശുശ്രൂഷയല്ല മനുഷ്യന് ആവശ്യം, നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പാണ് മനുഷ്യന് ആവശ്യം. നല്ല അടക്ക ശുശ്രൂഷ കിട്ടിയിട്ടും കാഹളം ധരിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ, എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായം 35-ാം വാക്യം, അവിടെ വിശ്വാസ വീരന്മാരുടെ പട്ടിക പറയുമ്പോൾ ഇങ്ങനെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു: സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പിനായി വിടുതലേക്കാതെ മരിച്ചു വീണു, ഹേത്യമേറ്റു. നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ്. യേശുവിന് നല്ല മരണം കിട്ടിയോ? മിഷണറിമാർക്ക് നല്ല മരണം കിട്ടിയോ? ഇന്ന് വടക്കേന്ത്യയിൽ എത്രയോ വിശ്വാസികൾക്ക് നല്ല മരണം കിട്ടിയോ? നല്ല അടക്ക ശുശ്രൂഷ കിട്ടിയോ? അവർക്ക് നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് കിട്ടും. മറന്നുപോരുത്, ഇതിനായിട്ടാണ് നാം ഒരുങ്ങേണ്ടത്. ക്രിസ്തുവിൽ മരിക്കണം. ഞാൻ മരിക്കുമ്പോൾ ക്രിസ്തുവിലാണ് മരിക്കേണ്ടത്. ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിൽ താമസിക്കണം, വസിക്കണം. റോമർക്ക് ലേഖനം 8-ാം അധ്യായം 9, 10, 11. റോമർ 8-9, 10, 11. ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ നിങ്ങൾ ജഡ സ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. സ്വഭാവത്തിന് മാറ്റം വരും. ഇന്ന് എല്ലാവരും വിശ്വാസികൾ എന്ന് പറഞ്ഞ അഭിമാനിക്കാനില്ല, വിശുദ്ധരാകണം, ആത്മസ്വഭാവമുള്ളവരായി മാറണം. അടുത്ത് പറയുകയാണ്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ല. വീണ്ടും, ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ഈ ശരീരം മരിക്കേണ്ടതാണെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. അടുത്ത് പറയുകയാണ്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവം നമ്മിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ നമ്മുടെ മരിച്ച ശരീരങ്ങളെയും ജീവിപ്പിക്കും. പിതാവിന്റെ സന്നിധിയിൽ നമ്മുടെ ആത്മാവിനെ സുരക്ഷിതമാക്കാൻ പറ്റും. ഈ ദുഷ്ടലോകത്തിൽ അശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ജീവിക്കുമ്പോൾ ജനതയുടെ മധ്യത്തിൽ പരിശുദ്ധാത്മാവിൽ ജീവിക്കുക. നമ്മുടെ ഓട്ടം നന്നായി ഫിനിഷ് ചെയ്യാനായി കഴിയും. അതിനായി നമ്മെ പ്രാപ്തീകരിക്കുന്നതാണ് ക്രിസ്തുവിന്റെ ക്രൂശ് മരണം. ഒരു വാക്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായം 12, 13 വാക്യങ്ങൾ. കൊലോസ്യർ 1-ന്റെ 12, 13 വാക്യങ്ങൾ. വിശുദ്ധന്മാർക്ക്
വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും ഞാൻ അപേക്ഷിക്കുന്നു. ഇത് പാട്ടായിട്ട് നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്. പക്ഷെ ഇത് പള്ളിയിലൊന്നും പാടില്ല, വീട്ടിലും പാടാറില്ല. കുടുംബ പ്രാർത്ഥനയ്ക്ക് എപ്പോഴാണ് പാടുന്നതെന്ന് ഞാൻ പാടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കൈയടിച്ച് പാടേണ്ട പാട്ടാണ്, പക്ഷെ ആരും കൈയടിക്കൂല ആ പാട്ടിന്. പാടുമ്പോൾ കൂടെ ആരെങ്കിലും പാടുന്നെങ്കിൽ സ്തോത്രം. ശുദ്ധന്മാർക്കു വെളിച്ചത്തിൽ ഉള്ള അവകാശത്തിൽ പങ്കുതന്ന ദൈവത്തിനു സ്തോത്രം സ്തോത്രം. ഇത് മരണവെട്ടി പാടേണ്ട പാട്ടാണ്, മരണവെട്ടി പാടാനുള്ള പാട്ടല്ല, ഇത് ഭാവി ജീവിതമാണ്. ശുദ്ധന്മാർക്ക് വെളിച്ചത്തിൽ അവകാശത്തിനായി എന്നെ പ്രാപ്തനാക്കി, എന്നെ യോഗ്യനാക്കി, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. കോടാകോടി സ്തോത്രം, കോടാകോടി സ്തോത്രം. നമ്മുടെ ജീവിതം ധന്യതയോടെ നമുക്ക് അവസാനിപ്പിക്കാം. എപ്പോഴും ഇവിടെ ഒന്ന് പോകേണ്ടി വന്നാലും നല്ല മാതൃകയായി നമുക്ക് ജീവിക്കാം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ 47-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ എന്നോട് പറയുക, എൻ്റെ മോൻ നിത്യതയിൽ കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവന് കുറച്ച് ജീവിതമേ കിട്ടിയുള്ളൂ, പക്ഷേ അവൻ ജീവിച്ച കാലത്ത് അവൻ ഓഫീസിലുള്ള അനേകരെ ക്രിസ്തുവിലേക്ക് അവൻ നയിച്ചു. അനേക മദ്യപാനം ഉപേക്ഷിച്ചു യേശുക്രിസ്തുവിന്റെ വഴിയിൽ, യേശുക്രിസ്തുവിന്റെ ശിഷ്യരായി ജീവിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ധൈര്യമാണ്. ചെറുപ്രായത്തിൽ അവൻ പോയെങ്കിലും അവനെ നിത്യതയിൽ കാണാം. ഭാര്യ എൻ്റെ അടുത്ത് പറയാം, മകളെ, ഞാൻ പരിശുദ്ധാത്മാവ് ഞാൻ പ്രാപിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പ്രതിസന്ധി അതിജീവിക്കുന്നത്. അങ്ങനെ എനിക്ക് തന്ന കംഫർട്ടിങ് വേർഡ്സ് ഒക്കെ ഞാൻ വായിച്ചു. മറ്റുള്ളവർക്കത് മനസ്സിലാവില്ല, എനിക്ക് മനസ്സിലാവും. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളും 4ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു മോനുമാണ് ഉള്ളത്. ആ പെൺകുട്ടി പറയുക, പരിശുദ്ധാത്മാവിനെ ബലപ്പെടുത്തി, എന്നെ ആശ്വസിപ്പിച്ചു, എന്നെ വഴി നടത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമുക്ക് എത്ര പേർക്ക് ഈ ഉറപ്പും ധൈര്യമുണ്ട്? പ്രാർത്ഥനയ്ക്കാട് നമുക്ക് എല്ലാവർക്കും എഴുന്നേക്കാം. ശുദ്ധന്മാർക്കു വെളിച്ചത്തിൽ ഉള്ള അവകാശത്തിൽ പങ്കുതന്ന ദൈവത്തിനു സ്തോത്രം സ്തോത്രം പാടും ഞാൻ. പങ്കുതന്ന ദൈവത്തിനു സ്തോത്രം സ്തോത്രം പാടും ഞാൻ. ഭാരങ്ങൾ കൂടുന്നതിന് ഒന്നും വേണ്ട യാത്രയിൽ, അല്പനാപ്പം വിശപ്പീനോ സ്വൽപ്പം വെള്ളം ദാഹിക്കിൽ. അല്പനാപ്പം വിശപ്പിനോ സ്വൽപ്പം വെള്ളം ദാഹിക്കിൽ. നമ്മൾ യാത്രക്കാരാണ്, സ്വർഗസിയോൻ യാത്രക്കാരാണ്, നമ്മൾ പരദേശികളാണ്, നമ്മൾ പ്രവാസികളാണ്. ഈ ലോകം നമ്മുടെ ശാശ്വതമല്ല എന്ന് നമുക്കറിയാം. എപ്പോൾ വേണമെങ്കിലും ഈ ലോകം വിട്ടു പോകേണ്ടതിന് ഈ ലോകത്തെ പറ്റി പിടിപ്പിക്കുന്ന ഒന്നും നമ്മിൽ ഉണ്ടായിരിക്കരുത്. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ, അന്വേഷിപ്പീൻ. അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഈ ഉച്ച കഴിഞ്ഞ സമയം അങ്ങ് തിരുവായ് മൊഴിഞ്ഞ 7 മൊഴികളെ അങ്ങയുടെ ആത്മാവ് പ്രകാശിപ്പിച്ചതുപോലെ ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു. വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, വിശുദ്ധി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, അങ്ങേലുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്തിൽ വിശ്വാസത്തിന്റെ നല്ല പോർ വരുവാൻ, ഓട്ടം തികയ്ക്കുവാൻ, ഞങ്ങൾ വിശ്വാസത്തെ കാത്തുകൊണ്ട് ജീവിക്കുവാൻ ഈ വചനങ്ങളാൽ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളെ മാത്രമല്ല, ഞങ്ങളുടെ ഭവനങ്ങളുള്ളവരും ഇതൊരു മൗഢ്യവിശ്വാസം, ഇതൊരു അന്ധവിശ്വാസം എന്നല്ല, ഇത് സത്യവിശ്വാസം എന്നറിഞ്ഞ് അങ്ങ് അനുഗമിക്കുവാൻ ഓരോ മക്കളെയും പ്രാപ്തരാക്കണം.
നാളെയും മറ്റൊന്നും എല്ലാം നടക്കുന്ന ശുശ്രൂഷകൾക്കായി സ്തോത്രം. അങ്ങയുടെ ദാസനെ അങ്ങ് ശക്തിയോടെ അവിടുന്ന് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ ലോകമെങ്ങും നടക്കുന്ന ശുശ്രൂഷകൾക്കായി സ്തോത്രം. പുതിയൊരു ചിന്ത, ദർശനം അങ്ങ് നൽകണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. സകല മഹത്വം അവിടത്തേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.